എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് പ്രശസ്ത സിനിമാ താരം കണ്ണൂർ ശ്രീലതയും ഭർത്താവ് പ്രകാശനുമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ണൂർ ശ്രീലത അഭിനയ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. തൻ്റെ പ്രണയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയ, തനിക്ക് രണ്ടാം ജന്മം നൽകിയ തൻ്റെ ഭർത്താവായ പ്രകാശിനെ കുറിച്ചായിരുന്നു ഏറെയും പറഞ്ഞത്. പ്രേക്ഷകരുടെ മുന്നിലേക്ക് കണ്ണൂർ ശ്രീലതയുടെ ഭർത്താവ് പ്രകാശനും എത്തുകയാണ്. അദ്ദേഹത്തിനും പറയാനുണ്ട് പലതും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. അപ്പൊ അന്ന് വിളിച്ചിട്ട് വന്നില്ല, ഇന്ന് നമ്മൾ വിളിച്ചപ്പോ വന്നു. അപ്പൊ വന്ന് അടുത്ത് ഇരുന്നപ്പോ തന്നെ ചേച്ചിയുടെ മുഖമാകെ മാറി. ശരിക്കും എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമ ചേച്ചി പറഞ്ഞതുപോലെ അതിനെ വെല്ലുന്ന ഒരു പ്രണയ കഥ തന്നെയാണ് ഇന്നുവേണ്ടത്. ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ അവർ നമ്മൾ രണ്ടുപേർ എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കുറെ എപ്പിസോഡുകൾ പിന്നിട്ടു. ഇതുവരെ രണ്ടുപേർ നമ്മുടെ ക്വസ്റ്റ്യൻ അവർ ഇരുന്നിട്ടില്ല. പക്ഷെ ചേച്ചി ആ പറയുന്നത് കേൾക്കുമ്പോൾ പ്രകാശാട്ടനെ വിളിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി ചേച്ചിയെ കുറിച്ച് പ്രകാശാട്ടൻ എന്തോ പറയാം. എന്തുകൊണ്ട് അന്ന് ആ പ്രണയം ചേച്ചിയോട് തുറന്നു പറഞ്ഞില്ല? ആദ്യം കണ്ടു, മുത്തപ്പനൊക്കെ പോയി പ്രാർത്ഥിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധം അതെൻ്റെ ഉള്ളിൽ ഇവിടെ കാണുമ്പോൾ തോന്നി ഇതാണ് മനസ്സ് പറയും. അങ്ങനെയുണ്ടല്ലോ നമ്മുടേതൊന്നും തോന്നുന്ന സംഗതികളെ ഒരു ജന്മങ്ങൾ കഴിഞ്ഞ വെച്ചിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തലുകളുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ നെഹ്റു ജയന്തിൻ്റെ പരിപാടിക്ക് കൂട്ടി ക്ഷണിക്കാൻ പോയി. എൻ്റെ പരിമിതികൾ പറഞ്ഞു അംഗീകരിച്ചു. പക്ഷെ അവിടെ പരിപാടി ഞാൻ കാണാൻ പോയപ്പോൾ ശ്രീലതയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങളോട് വരില്ലെന്ന് പറഞ്ഞു. വരില്ലെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ അത് ശരിക്കും എൻ്റെ കർണക്കുട്ടത്തിൽ കിട്ടിയ അടിയാണ്. കണ്ണൂരിൽ അന്ന് ഇതെല്ലാ എല്ലാവരോടും നിങ്ങൾ പറഞ്ഞു വരില്ല, അതിന് സംഘാടകരോട് പറഞ്ഞു വരില്ല. അപ്പോൾ അവർ ചോദിക്കുന്നു ഇപ്പം എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ അന്ന് കണ്ണൂരിൽ എന്ത് കാര്യം പറഞ്ഞാലും നിരവധി ബന്ധങ്ങളുണ്ട്. ആരെ പോയി കാണാനും അവർ ക്ഷണിക്കാനും അവർ വരികയും ചെയ്യും. അത് കൃഷ്ണേട്ടൻ എന്ന ആ വ്യക്തിത്വത്തിന് മകൻ എന്നുള്ള ആ അംഗീകാരം. അതോടൊപ്പം നമുക്ക് ടൗണിൽ നിരവധി ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആരും നോ പറയില്ല. അപ്പോൾ ആ അവസ്ഥയിൽ ഇവിടെ കണ്ടപ്പോൾ ഇതാ ശ്രീലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അടിയാണ്. എൻ്റെ അഹങ്കാരത്തിന് കിട്ടുന്ന അടിയായിരിക്കും. കാരണം എന്തും സാധ്യമാവും എന്നുള്ള നമ്മുടെ ആത്മവിശ്വാസമുണ്ട്. നെപ്പോളിയൻ പറഞ്ഞ പോലെ അതിന് ആദ്യത്തെ അടി തന്നത് ശ്രീലതയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ബേക്കറി ഉദ്ഘാടനത്തിന് എൻ്റെ ജ്യേഷ്ഠന്മാരും അച്ഛനും തീരുമാനം എടുത്തപ്പോൾ അത് പിന്നെയാണ് എന്നെ അറിയിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി സ്വഭാവം നമ്മൾ പഠിച്ചല്ലേ, അല്ലെ നമ്മളും കണ്ണൂരൊരു മോശമില്ലാതെ വളർന്നു വരും, ഒരാളാവുന്നൊരു സ്വപ്നം നമുക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് വഴിയെ കാണാം, പ്രകാശനാര എന്ന് കാണിച്ചു തരാൻ ആ ഒരു വിശ്വാസവും വിചാരവും കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അച്ഛൻ്റെ നിർബന്ധത്തിന് മുമ്പിൽ നിരാഹാരം കിടന്നെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് നിരാഹാരമല്ല, പറഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ അച്ഛനായതുകൊണ്ട് പറഞ്ഞില്ല, ഒരു തൊഴിലാളി ഉണ്ടാവും, സോഷ്യലിസ്റ്റാണ്, വളരെ ശക്തനായിട്ടുള്ള സോഷ്യലിസ്റ്റ്. അപ്പം അച്ഛൻ്റെ മുമ്പിൽ തോൽവി സമ്മതിക്കുന്നതാണ് ഏത് പുത്രനും. നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ അച്ഛൻ്റെ മുമ്പിൽ അടിയാറ് പറഞ്ഞു. അച്ഛൻ പോയി കണ്ട് സംസാരിച്ച് വരാമെന്ന് പറഞ്ഞു. ഞാനൊക്കെ മുഖം കൊടുത്തില്ല. ഉദ്ഘാടനം ചെയ്യുമ്പോഴോ ആ സ്ഥാനം കൊടുക്കുമ്പോഴോ ഇവള് എല്ലാവരെയും കുപ്പിയിലാക്കുന്നൊരു കോളിനോസ് ചിരിയുണ്ട്, സ്റ്റൈലാക്കുന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ല, നൈസായിട്ട് ചിരിച്ചു വിട്ടു. ഓ അത് കഴിഞ്ഞു. പിന്നെ എല്ലാ ദിവസവും അച്ഛൻ വന്നിട്ട് പറഞ്ഞു നിന്നെ കാണണം. എൻ്റെ ഉള്ളിലെ ദേഷ്യം എനിക്ക് അച്ഛനോട് പറയാൻ പറ്റില്ല. ഞാനൊരു ശത്രുവായിട്ടാണല്ലോ മനസ്സിൽ വെച്ചത്. അപ്പോൾ പിന്നെ പോയില്ല. പിന്നെ ഈ ശ്രീലതയുടെ അമ്മ റോട്ടുമില്ലിൽ കാണും, പറയും മോനെ ലത വന്നിട്ടുണ്ട്, വീട്ടിൽ വരണം. എനിക്ക് ലതേനെ കാണേണ്ട ആവശ്യം എന്താണ്? എനിക്കറിയില്ല എന്തിനാണ് എന്നെ കാണേണ്ട ആവശ്യം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ജോലിയും തിരക്കുമായിട്ട് പോകുന്നു. നല്ലൊരു സിനിമ കണ്ടു, മുഖം കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അവസാനം അവരെ ഒരിക്കൽ പറഞ്ഞു
നമ്മൾ പാവപ്പെട്ട കൂട്ടറായി ഉണ്ടായിരിക്കും അല്ലേ. കൃഷ്ണാട്ട് പാവങ്ങളെല്ലാം സഹായിക്കുന്ന പാവപ്പെട്ടവരുടെ ദൈവമാണ്. ഈ സമാജവാദി കോളനി മാത്രമല്ല, അന്ന് എന്തൊരു പ്രശ്നം കണ്ണൂർ ആർക്കും ഉണ്ടാക്കിയാൽ കൃഷ്ണാട്ടൻ ടിക്കറ്റ് അത് പരിഹരിക്കും. സ്വന്തം കുടുംബമല്ല കൃഷ്ണാട്ടൻ്റെ കുടുംബം, സമൂഹത്തിലെ പാവപ്പെട്ടവർ, ചോദിക്കാനും പറയാനില്ലാത്ത ഒരുപാട് ആളുകൾ, അവരുടെ ഒരു രക്ഷാ കവചമാണ് എ പി കൃഷ്ണൻ. അതുപോലെ ഇങ്ങനെ കൃഷ്ണാട്ടൻ പാവങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് പറഞ്ഞു പോതുമാണ്, ക്ഷമിക്കണം. അപ്പോൾ നമ്മളെ കൃഷ്ണാട്ടൻ പാവപ്പെട്ട കൂട്ടത്തിലേക്കുമ്പോൾ ആ ഒരു മനസ്സിൽ നമുക്കും ഉണ്ടാവും. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തി ഇവിടെ അച്ഛനുണ്ട്, ശ്രീലതൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ശ്രീലതയുണ്ട്. അത്തി കയറി ശ്രീലതയുടെ ഫസ്റ്റ് ചോദ്യം, എന്താടോ കുളിപ്പിച്ചിട്ട് വരാനൊരു മടി? ആ സംസാരം തന്നെ എനിക്ക് ഇഷ്ടമായില്ല. ഒന്നും പറഞ്ഞില്ല. നമുക്ക് വിളിപ്പിച്ച കാര്യം എന്താണെന്നറിയാം. ഇരുന്നു, അച്ഛനിരിക്കുന്നു, ഇതേപോലെ ഇരിക്കുന്നു, അമ്മ ഇരിക്കുന്നു. ഓപ്പോസിറ്റായിട്ട് ഒരു സോഫയിൽ ശ്രീലത ഇരുന്നു. മിഡിയാണ് ആ പ്രായത്തിൽ 17-18 സുന്ദരിയാണ്. സാധാരണ ഏത് ചെറുപ്പക്കാരൻ കണ്ടാലും മോഹിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ആ പ്രായത്തിലുണ്ടല്ലോ. ഈ ശ്രീലത കാലിൻ്റെ മിത്തല് കാല് കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കാല് നോക്കി, ഒന്ന് അടിമുടി നോക്കി. ഈ നോട്ടം കണ്ടപ്പോൾ ശ്രീലത വിചാരിച്ചു അവരുടെ കാലിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് നോക്കിയാൽ വല്ല എന്താ വെളുവെളുത്തെന്ന് പറയുന്നത്, ചൊക്കിയ ചോര തെടുക്കും, അതിസുന്ദരമായിട്ടുള്ള കാലം. അപ്പോൾ ശ്രീലത വിചാരിച്ചു അവരുടെ കാലിൻ്റെ സൗന്ദര്യത്തിൽ പ്രകാശം വീണുപോയി, സറണ്ടറായി നിൽക്കും. കാലിനത്തിൽ കാല് കയറ്റി വെച്ചിട്ട് ചോദിച്ചു, ഒരു വീട്ടിൽ ഒരാണുങ്ങൾ കയറി വന്നല്ലേ കാലിനത്തിൽ കാല് കയറ്റി വെച്ച് നിന്നെ വേണ്ടി പഠിപ്പിച്ചാൽ കാലത്തടി. റിയലായിട്ട് നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ. അവിടെ കണ്ണൂർ ശ്രീലതയാണോ, ഇവിടെ വലിയ സിനിമ നടിയാണോ, മമ്മൂട്ടിയുടെ കൂടെ ഇതൊന്നും നമ്മുടെ വിഷയം. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ധാരണയിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചു. അപ്പോൾ ശ്രീലത അത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെയുള്ള ആണുങ്ങളെ കണ്ടിട്ടും ഉണ്ടാവില്ല. നമ്മുടെ നാളത്തിലെല്ലാം ഒരുപാട് അഭിനയിച്ചാൽ ഇങ്ങനെ ഒരു വ്യക്തി ഒരുപക്ഷെ ശ്രീലതയുടെ ജീവിതത്തിൽ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് പറഞ്ഞുകൊണ്ടുതന്നെ ഈ കാല് പതുക്കെ ഇറക്കിയിട്ട് മാറ്റിവെച്ചു. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കൃഷ്ണകുടി പ്രണയകാലത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ മഞ്ജു വാര്യർ കഴുതപ്പുറത്ത് കാല് നീക്കുന്നുണ്ട്. അത് പിന്നീട് എനിക്ക് അതാ ഓർമ്മ വന്നു. ആരാ അപ്പോൾ പറഞ്ഞു. പിന്നെ ഒരു കലാകാരികൾ, നർത്തകികൾ, അവർക്ക് കഴുത്തുള്ള ഇങ്ങനെ ഒരു ആട്ടവും കളിയൊക്കെയാണ്. ആ രീതിയിൽ ചിലതൊരു ക്ഷമ്യല്ല, ഒരു കഴുത്തുകൊണ്ടൊരു നാട്യക്കാരത്തിൻ്റെ ഒരഭിനയം. ഞാൻ പറഞ്ഞു, ഈ ആട്ടവും കഥകളിയും നാട്യമൊന്നും വേണ്ട. ഒരാളെ കണ്ടാൽ, സാധാരണ ഒരാളെ കണ്ടാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതുപോലെ കണ്ടിട്ട് സംസാരിച്ചാൽ മതി. എന്തിനാണ് ഒളിപ്പിച്ചത് അതറിയണ്ട. ഇവിടെയുള്ളൊരു ഇപ്പം ഏത് ഭാഷ, ഏത് വാക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒന്നും അശ്ലീലല്ല. ഇവിടെ ഞാൻ ഒരു കലാകാരിയാണ്, സിനിമ നടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട. ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുള്ള അറിവുമുണ്ട്. എന്തിനു ഒളിപ്പിച്ചു അത് പറഞ്ഞാൽ മതി. അല്ല അപ്പോൾ പറഞ്ഞില്ല, ഞാനിങ്ങനെ സെറ്റ് പോയി കഴിഞ്ഞാൽ ഫ്രീ ടൈമുണ്ട്, വായനയിൽ താല്പര്യമുണ്ട്. കൃഷ്ണാട്ടനോട് പറഞ്ഞപ്പോൾ കൃഷ്ണാട്ടൻ പറഞ്ഞു പ്രകാശനോട് പറഞ്ഞാൽ മതി. ഇതിലെ ലൈബ്രറികളിലായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. പുസ്തകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ന്യായമായിട്ടുള്ള ആഗ്രഹം. വായനക്കാരിയാണ്. ഒരു പുസ്തകം വായിക്കുക പറഞ്ഞാൽ അതൊരു അറിവാണ്. ഒരു ബഹുമാനം തോന്നി. അതുണ്ട്. ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ വായന നല്ല ശീലമാണ്. അപ്പം അതിലൂടെ ഒരുപാട് അറിവുകൾ. അങ്ങനെയാണ് നമ്മൾ ശ്രീലത എന്ന സുന്ദരിയെ കണ്ടിട്ടു മനസ്സിന് ചാഞ്ചല്യമില്ലാതെ നിൽക്കേണ്ട. അവിടെ നിന്ന് നമ്മൾ ശ്രീലതയായിട്ട് ഒരടുപ്പം തുടങ്ങും. അപ്പം എല്ലാ കാര്യങ്ങളും തെറ്റെന്ന് വന്ന എല്ലാ കാര്യങ്ങളും പറയും, ചോദിക്കും. ഒരു സിനിമ കമ്പം ഉള്ളിലും നമുക്കുണ്ടല്ലോ. പ്രേം നസീറിൻ്റെയും സത്യൻ്റെയും മധു സാറിൻ്റെയുള്ള സിനിമ കണ്ടിട്ട് അതിനോട് ഒരു ബഹുമാനമാണ്. അപ്പോൾ നമുക്കും ഇതുപോലെ ഒരു അവസരം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയൊരു സാഹചര്യമായിട്ടുണ്ട് വസ്തുത.
കാരണം തൊഴിലാളി നേതാവും ജനങ്ങളെ സ്നേഹിക്കുന്ന നേതാവായതുകൊണ്ട് നമ്മുടെ കുടുംബകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാരം കുറച്ച് ചുമലിച്ചാണ് താങ്ങേണ്ടി വന്നു. ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടെങ്കിലും കുടുംബം ജീവിക്കണം, ആഹാരം വേണ്ട. അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മറ്റെല്ലാ മോഹങ്ങളും മാറ്റിവെച്ചു. പിന്നെ ഒരു ഉയർന്നു വരണം, അച്ഛനും പറ്റിയ അബദ്ധങ്ങളും സംഭവിക്കരുത്, അതിനേക്കാളും ഉയരണം, എങ്കിലല്ലേ നമുക്ക് അച്ഛൻ്റെ പേര് നിലനിർത്താൻ കഴിയും. അങ്ങനെ ശ്രീലതയായിട്ട് അവിടെ തുടങ്ങുന്നു നമ്മുടെ നല്ല ബന്ധം. പിന്നെ ശ്രീലതയോട് അപ്പം പ്രേമമല്ല, കുറച്ച് ആദരവ് വിടാൻ തുടങ്ങി. കാരണം അതുവരെ സ്ത്രീകളോട് സംസാരിക്കാത്ത, മുഖം കൊടുക്കാതെ അടുത്ത് നിൽക്കുമ്പോൾ പോലും കുറച്ച് വിട്ടുനിന്നിട്ട് സംസാരിക്കുന്നു. കുറച്ച് ദിവസത്തെ ശ്രീലതയായിട്ടുള്ള പരിചയം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ശ്രീലത എൻ്റെ ഗുരുവാണ്. അതുവരെ സ്ത്രീകളെക്കുറിച്ചൊരു സങ്കല്പ പേടിയുണ്ടല്ലോ, അത് മാറിയിട്ട് പിന്നെ സ്ത്രീകളോട് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ എനിക്ക് വഴി വന്നു. അപ്പം അതിന് കാരണം ശ്രീലത. ഞാൻ ആദ്യം ശ്രീലതയെ കാണുന്ന ഒരു ഗുരുവായിട്ടാണ്. സ്ത്രീ എന്ന വർഗത്തോട് വളരെ അടുത്ത്, വളരെ ഫ്രീ ആയിട്ട്, നല്ല സൗഹൃദത്തോട് സംസാരിക്കുകയല്ല, ഒരറിവ് ആദ്യം പറഞ്ഞു തരുന്നത് ശ്രീലതയാണ്. പിന്നെ എന്തുകൊണ്ട് പ്രണയം ഇല്ല, അത് മാറ്റിവെച്ചു. കാരണം ശ്രീലത ഒരു സിനിമ നടിയായി, ഒരു കലാകാരിയാണ്, നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറി ശ്രീലത. നമ്മൾ ഈ പ്രണയം കൊണ്ട് പിന്നാലെ നടന്നാലോ, അത് ആവശ്യം പറഞ്ഞല്ലോ, അവിടെ ഒരു കലാകാരിയുടെ മരണം സംഭവിക്കും. അപ്പം ആ കലാകാരി നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രണയം അറിയിച്ചില്ല, അതിനെ മാറ്റിവെച്ചു. ഈ കലാകാരിയെ എങ്ങനെ ഉയർത്താൻ പറ്റും, നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും? കണ്ണൂരിൽ 90 കാലഘട്ടങ്ങളിൽ കണ്ണൂരിൽ മോശപ്പെട്ട ചീത്തപ്പേര് ഉണ്ടാക്കിയിരുന്നു. രാഷ്ട്രീയ സംഘർഷവും മരണവും കൊണ്ട് കണ്ണൂർ ജില്ലക്ക് മൊത്തം അപമാനം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ കലാകാരന്മാരുടെ നാടാണ്. ശരിക്കും കണ്ണൂർ നല്ല കലാകാരന്മാരുടെ നാടാണ്. ചെറുശ്ശേരി മുതൽ ചെറുശ്ശേരി, ടി പത്മനാഭൻ, പിന്നെ കണ്ണൂർ രാജൻ, AT ഉമ്മർ, കൈതപ്പ, അങ്ങനെ 9 or 10 സംഗീത സംവിധായകരുണ്ട്. ഏത് മേഖലകളിലും രാഘവ മാഷ്, ഇവരൊക്കെ കണ്ണൂർക്കാരാണ്. ഇവർ നല്ലൊരു സാംസ്കാരിക പാരമ്പര്യം ഉള്ള മറ്റേ ജില്ലയാണ് കണ്ണൂർ. കളരിയിൽ പയ്യമ്പള്ളി ചന്തുക്കുഴിക്കാണ്, ഉദയനം പോലും ബഹുമാനിച്ച കുഴിക്കാണ് ചന്തുക്കുഴി. ഇവരൊക്കെ കണ്ണൂരിലാണ്. അപ്പം ഏറ്റവും നല്ലൊരു സാംസ്കാരിക അടിത്തറയുള്ള കണ്ണൂരിന് പിന്നീട് വ്യക്തിയുടെ നിലനിൽപ്പിനും സ്വാർത്ഥതക്കും അധികാരത്തിനും വേണ്ടിയിട്ട് മാറി. അപ്പോൾ ശ്രീലത പ്രോത്സാഹിപ്പിച്ചു, പൂർണ്ണമായിട്ടുള്ള പ്രോത്സാഹനം കൊടുത്തു. അതിനിടയിലാണ് നേരത്തെ പറഞ്ഞ ബലാത്സംഗ കേസ്. കണ്ണൂർ ശ്രീലത ബലാത്സംഗം ചെയ്യപ്പെട്ടു, ഗുരുതരാവസ്ഥയിൽ എന്ന് പറഞ്ഞ ന്യൂസ്. ഒരു ചെറിയൊരു കുട്ടിപ്പത്രം, 10 പേജ്. ഇത് വായിച്ച പത്രത്തിന്റെ പേരെന്തായിരുന്നു? അന്ന് മാത്രം ഇറങ്ങിയ പത്രം, ഇതിനായിട്ട് ഇറങ്ങിയ പത്രം. മറ്റൊരു പ്രാദേശിക പത്രം എന്ന് പറയുന്നത് ഒരു നോട്ടീസ്. പക്ഷെ അവർ കണ്ണൂരിലെ എല്ലാ കടകളിലും കയറിയിട്ടാണ് വിതരണം ചെയ്യുന്നത്. കാണുന്നില്ല. കിട്ടിയപ്പോ അന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടർക്കെല്ലാം അറിയാം, ശ്രീലതയും പ്രകാശനായിട്ട് നല്ല ബന്ധമാണ്. അത് നമുക്കൊരു ക്ഷീണമായി. ഇങ്ങനൊരു ബലാത്സംഗം ചെയ്യപ്പെട്ടൊരു അത് പ്രകാശം സുഹൃത്താന്ന് പറയുമ്പോൾ സമൂഹം നമ്മളോട് ചോദിക്കൂലേ, സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു അപമാനം ഉണ്ടാവും. അപ്പം അന്ന് വീട്ടിൽ പോയില്ല. രാത്രി വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു ശ്രീലതയുടെ വീട്ടിൽ പോയെന്ന് വെച്ചു. ഇല്ല, ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്തേ, ഇങ്ങനെ ന്യൂസ് ഉണ്ട്. ഞാനും അത് കണ്ടു. ആ ന്യൂസ് സത്യമാണെന്ന് ഞാൻ അന്വേഷിച്ച. പത്രത്തിലൊരു വാർത്ത കണ്ട ഉടനെ അങ്ങ് തീരുമാനിക്കണം, നീ പോയിട്ട് അന്വേഷിക്കണം എന്താ സംഭവം. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ പോലും നീ ഒരിക്കലും അവളെ കൈവിടരുത്. അവളുടെ ഏതാപത്തിലും അവളുടെ സഹായത്തിന് നീ ഉണ്ടാകണം. അപ്പോൾ ഒരു നമ്മൾ രാമായണം എന്നെല്ലാം പറയുമ്പോൾ മിത്താണോ സത്യമാണോ എന്നുള്ളത്, അതിൽ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പിതാവിൻ്റെ വാക്കിനെ അനുസരിക്കുക, അല്ലെ ശിരസ വഹിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ദേവന്മാരെക്കാളും ഉയർന്ന സ്ഥലമാണ്.
പിതാവിൻ്റെ വാക്കിനനുസരിച്ച് ഒരു പുത്രൻ. അതുകൊണ്ടാണ് ശ്രീരാമൻ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് കാട്ടിൽ പോയത്. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ദേവന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം. പിറ്റേന്ന് ശ്രീലതയുടെ വീട്ടിൽ പോയി ഒരച്ഛനുണ്ട്, അച്ഛനുമായിട്ട് സംസാരിച്ചു. ശ്രീലത എവിടെയല്ലേ? എറണാകുളത്താണ്. എറണാകുളത്തെവിടെ? തമിഴിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അദ്ദേഹമായിട്ട് അദ്ദേഹം തളർന്നു പോയി. ഒരുപക്ഷെ അദ്ദേഹം പിന്നീട് രോഗിയായതിൻ്റെ ഒരു കാരണം ഇതായിരിക്കും. ഒരു വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിനും ഭാര്യ കലാകാരന്മാരാണ്. അവർക്ക് കിട്ടാത്ത അവസരം കിട്ടി. സിനിമയിൽ ഏറ്റവും ശോഭയായിട്ട് കണ്ണൂരിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ട് ശ്രീലത വളരുമ്പോഴാണ് ഇവരുടെ വൈകി ഇത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിക്കളഞ്ഞു. എപ്പോഴാണ് വരുക? നാളെ വരും. പിറ്റേന്ന് അതിനിടയിൽ കണ്ണൂരിലെ എല്ലാ ഹോസ്പിറ്റലുകളും കയറി അറിഞ്ഞു. ആ കഥ ചേച്ചി പറഞ്ഞു. അപ്പോൾ പിറ്റേന്നാണ് ശ്രീലത അമ്മയും സഹോദരനും വീട്ടിൽ വരുന്നു, സംസാരിച്ചു. അപ്പോൾ ശ്രീലത ആ സമയം കൊച്ചിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. പിന്നെ ആരെയാണ് ചെയ്തതെന്നുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ അന്ന് സിനിമയിൽ ഈ എക്സ്ട്രാ വേഷങ്ങൾ, അത് ജയഭാരതി അതുപോലെയുള്ളവർക്ക് ചില സെക്സായിട്ടുള്ള സംഗതി കടപ്പറങ്ങൾ ജയഭാരതി ഒന്നും അഭിനയിക്കില്ല. അങ്ങനെ അഭിനയിക്കുന്ന ഒരു ജാനകിയുണ്ട്. അവരാണ് ഈ സംഭവത്തിന് വിധേയമാക്കിയത്. അന്വേഷണത്തിൽ മനസ്സിലായി. അപ്പം ഇവൾ തീർത്തും നിരപരാധിയാണ്. സഫർ ടൂറിസ്റ്റ് ഹോമിൽ പോയി. സഫർ ഇപ്പോഴത്തെ മൊയ്തുവിൻ്റെ ഉപ്പിയല്ല, ശരിക്കും സഫേറിൻ്റെ മുതലാണ്. ആജിക്ക് മാറിയുണ്ട്. മൊയ്തുവിൻ്റെ ഉപ്പൻ്റെ ഏട്ടനാണോ അന്യാണോ? നല്ല ബന്ധമാണ്. അദ്ദേഹമായിട്ട് ഇക്കാര്യം സംസാരിച്ചു. എന്താ സംഭവിച്ചു? നീ അത് നോക്കണ്ട, അത് വിട്ടുകളാം, അത് നോക്കണ്ട. പറഞ്ഞാൽ ആജിക്ക് വിട്ടുകളയാൻ പറ്റില്ല. ശ്രീലത എൻ്റെ ഫ്രണ്ടാണ്, നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. അവളാകെ അവരെ കുടുംബത്തെ അറിഞ്ഞിട്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് എന്നെ തകർക്കേണ്ടിയിട്ട് എന്നെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സ്ഥാനത്തിന് മോശമാക്കുക എന്നുള്ള രീതിയിൽ പടച്ചുവിട്ട വാർത്തയാണ്. അത് പ്രശ്നമാക്കണം. എനിക്കത് വിഷയമല്ല. ഞാൻ അങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തിന് കണ്ണൂരിലെ ഏറ്റവും നല്ല സ്ഥാപനമായിട്ട് സഫർ ടൂറിസ്റ്റ് ഹോം വരുന്നു. ഈ സിനിമാക്കാരൊക്കെ അവിടെയാണ് പിന്നെ വന്ന് താമസിക്കുന്നത്. കണ്ണൂരിൽ ആദ്യത്തെ ബെസ്റ്റ് ഹോട്ടൽ സഫയറാണ്. അതിന് മുമ്പ് അത്രയും നല്ലൊരു സൗകര്യമുള്ള ഹോട്ടൽ ഇല്ല. പിന്നെ ചോയ്സ് ഉണ്ട്, നമ്മൾ ഇബ്രാഹിം ഖാൻ്റെ സീ സൈഡിൽ. പിന്നെ നല്ല സൗകര്യത്തോട് വരുന്ന സഫയർ. അപ്പോൾ ഇദ്ദേഹം ഗൾഫിൽ ഉള്ളപ്പോൾ ഒരു പ്രമുഖ പോയി കാണാൻ ശ്രമിച്ചിരുന്നു. ആദ്യമൊക്കെ ആരും മൈൻഡ് ചെയ്യില്ല. നല്ലവരെ കണ്ടാൽ തിരിച്ചറിയും. അതല്ലാത്ത കൂട്ടർ കൊടുത്തു. സംഭവമൊക്കെ വരുന്നതാണ് സംഭാവന കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായ എന്തോ ഒരു ഇഷ്യൂല് അങ്ങനെയുണ്ടല്ലോ, രാഷ്ട്രീയക്കാർക്കല്ലോ കാണിച്ചു തരാം, അവർക്ക് പെട്ടെന്ന് പ്രതികാരം ചെയ്യാനുള്ള മനസ്സും ആ സമയം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുന്ന ഒരു ചില മാനസികാവസ്ഥയുള്ളവരുണ്ട്. അതാണ് സംഭവിച്ചത്. പക്ഷെ അതിൽ ശ്രീലതേനെയും കൂടി ഉൾപ്പെടുത്തി. എന്നാലോ അതിനൊരു കുറച്ചുകൂടി ഏതെങ്കിലും ഒരാൾ പെണ്ണുങ്ങളെ പേര് വെച്ചാൽ ശരിയാവും. അപ്പം അതിൽ ശ്രീലതേനെ കൂടി ഉൾപ്പെടുത്തി. ഇപ്പോൾ ഒരു വടിക്ക് 2 പക്ഷം, ഒരു വടിക്ക് 2 പക്ഷം. ശ്രീലത അതിൽ ഉൾപ്പെട്ടു, ശ്രീലത അതിലില്ല. അന്ന് അലവിൽ ദേശീയ കലാ സമിതിയിലെ കൃഷ്ണാട്ടൻ നേതൃത്വത്തിൽ ഒരു 100-100ഓളം കലാകാരന്മാർ പ്രകടനം നടത്തി. സാധാരണ അങ്ങനെ സംഭവിക്കുന്നതാണെങ്കിൽ ഒരു കലാകാരന്മാരും വരില്ല. ശ്രീലതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഇല്ലാത്ത വാർത്ത വന്നപ്പോൾ കണ്ണൂരിലെ കലാകാരന്മാർ പ്രതികരിച്ചു. ഇന്നിപ്പോൾ പ്രതികരണം ഇല്ല കേട്ടോ. ആ വ്യത്യാസം കണ്ട ഈ ഏമ കമ്മീഷൻ പുറത്ത് വിട്ട റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ പ്രതിഷേധം ജനങ്ങളും മൊത്തത്തിൽ എല്ലാവരും അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. അതിൻ്റെ സത്യം വിളിച്ചിട്ടുകൊണ്ട് അതുകൊണ്ടാണ് അമ്മ ആവശ്യപ്പെടുന്നത്, സത്യം പുറത്ത് വെച്ച് അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ട്. ഇന്ന് സംഘടന പറയുന്നുണ്ട് ഇല്ലേ, പൃഥ്വിരാജിനെ പോലെയുള്ളവർ, ജഗദീഷിനെ പോലെയുള്ളവർ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ശ്രീലത വീട്ടിലായി, രംഗത്തേക്ക് വരുന്നില്ല. നമ്മൾ എത്ര പ്രോത്സാഹനം കൊടുത്ത് ധൈര്യം കൊടുത്തിട്ട് ശ്രീലതയ്ക്ക് വരണമെന്നുണ്ട്. അപ്പോൾ ശ്രീലതയുടെ സഹോദരൻ പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ പറയും, നമ്മളാണ് ആളുകളുടെ മുഖത്ത് നോക്കേണ്ടത്, അഭിനയിക്കും. അങ്ങനെയാണ് 10 വർഷം. അതിനിടയിൽ വിവാഹം കഴിഞ്ഞു അല്ലേ? ഇല്ല. പിന്നെ
ശ്രീലത സിനിമയിൽ അഭിനയിച്ചെന്നുള്ളത് സമ്പാദ്യമൊന്നുമില്ല. ഈ 2 വർഷം 25 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലതയുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് ചേച്ചി വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് താങ്കൾക്ക് വലിയ തോതിലൊരു പ്രയാസം കൊണ്ടാണോ ഈ മൂകാംബികയിൽ? അല്ല, അതിൽ ചെറിയൊരു വിശ്വാസവഞ്ചനയുടെ കാര്യം കൂടി ഉൾപ്പെടുന്നു. സത്യം പറയുന്നതിൽ എനിക്ക് പേടിയില്ല. ഇപ്പോഴും ഇവരോട് സത്യം പറയാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇതുവരെ ബലാത്സംഗ കഥ ഇവളെ ആരോട് പറഞ്ഞിട്ടില്ല. ഇവളെ കുറിച്ച് തെറ്റായ ധാരണയുണ്ട്. ശ്രീലത പറഞ്ഞ വളരെ കണ്ണൂർ ആ പത്രത്തിലെ ന്യൂസ് കൊണ്ട് വിശ്വസിക്കുന്ന ഒരുപാട് പേര്. അതിന് സത്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സത്യം പറയണം. അറിയുന്നവർ അറിയട്ടെ, പിന്നെ അവിശ്വസിക്കുന്നവർ അവിശ്വസിക്കട്ടെ. നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തണ്ട. നമ്മൾ സത്യം ബോധ്യപ്പെടുത്ത ഒരു അവസരം കിട്ടുന്നു. അതാണ് ഈ കാര്യങ്ങൾ ഇപ്പൊ ശ്രീലത പല അഭിമുഖങ്ങളിലും പറയാൻ കാരണം. അപ്പൊ അതിനുശേഷം ഇവള് വീട്ടിൽ ഒറ്റക്കായി വല്ലാത്ത അവസ്ഥ. അതുവരെ ഏറ്റവും തിരക്കോടുകൂടി നാടകത്തിൽ സിനിമയിലും വന്ന് ഇവക്കൊരു വീട്ടിലെ തടവുകാരിയാണ്. പുറത്തു പോലും ഇവർക്ക് പോകാൻ അനുവാദമില്ല. ആ സമയത്ത് നമ്മളെ നമ്മളെ അച്ഛനും കൂടി തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഇവിടെ ഏത് കാര്യം ഉണ്ടെങ്കിലും നോക്കി ചെയ്യണം. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കും. വരുമാനമൊന്നുമില്ല. ഞാനിവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഓഫീസ് സെക്രട്ടറി, ഓർഗനൈസറും. ഇപ്പോൾ ലേബർ സംബന്ധമായിട്ടുള്ള അതിൻ്റെ ഉപദേശങ്ങൾ കൊടുക്കുക, പുസ്തകങ്ങൾ, ഇതൊക്കെ എൻ്റെ പണിയാണ്. പിന്നെ കളരിപ്പാറ്റ്, റെസ്ലിംഗ്, കമ്പവലി, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വളരെ ആക്റ്റീവാണ്. തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. അപ്പം എനിക്ക് എൻ്റെ ചില ജോലികൾ ഇവിടെ ഏൽപ്പിച്ചു. ഈ കണക്ക് എഴുതാൻ, ലേബർ രജിസ്റ്ററിൽ എഴുതാൻ, കത്ത് എഴുതാൻ ഇവിടെ ഏൽപ്പിച്ചു. അപ്പം അത്രയും ഈ സമയത്തും ഇവരോട് മോശമായിട്ട് പെരുമാറുന്നില്ല, മോശമായിട്ട് സംസാരിക്കുന്നില്ല, പ്രണയമാണെന്ന് പറഞ്ഞില്ല. ഇവർക്കൊരു തിരിച്ചുവരവ് പിന്നെ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ ഇവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. കലാകാരി എന്ന നിലയ്ക്ക് ഉള്ള അറിയപ്പെടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അത് നിർത്തിവെച്ചു. 95 ഒരു ജീവിതത്തിലൊരു അനിശ്ചിത്വം എനിക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു ധൈര്യം വന്നു. നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് നേടുവാനും ജീവിതത്തിൽ തിരിച്ചു വരാം എന്നുള്ളൊരവസ്ഥ മനസ്സിലായി. അപ്പം അന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്? കണ്ണൂർ ശ്രീലത. മോശമായിട്ട് ഒരു ഇടപാടുകളും ഇല്ല. വിളക്കുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് KP അഹമ്മദ് എന്ന് പറഞ്ഞു, തെക്കിയില്ല, നമ്മൾ ടോപ്പ് ഓഫ് സ്പീഡ് ഇല്ല, അവർ ചെറിയൊരു ഷോർട്ട് ഫിലിം മത്സരത്തിന് എന്നെയും വിളിച്ചു ഒരു സഹായത്തിന്. അപ്പോൾ സതീഷ് തേവാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവർ പറഞ്ഞു ശ്രീലതയും പ്രകാശമായിട്ട് നല്ല ബന്ധമാണ്, പ്രകാശം പറഞ്ഞ ശ്രീലത അഭിനയിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് കുറച്ച് ചില്ലറ പൈസ എടുത്തിട്ട് ഒരു മത്സരത്തിന് അയക്കുന്നതാണ്. ശ്രീലത വലിയ ആർട്ടിസ്റ്റാണ്, അവർക്ക് കൊടുക്കുന്ന പൈസയൊന്നുമില്ല, നമ്മൾ കുറച്ചാൾ. അപ്പോൾ തേവാനി പറഞ്ഞു പ്രകാശം പറഞ്ഞ പൈസ ഒരു വിഷയമല്ല, അഭിനയിക്കും, പ്രകാശനെ പഠിക്കുക. ഞാൻ ഇവളെ വീട്ടിൽ പോയി സംസാരിച്ചു. പ്രതിഫലമൊന്നും ഇല്ല, എന്നെ വിളിച്ചിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വരാം, നമുക്ക് ഒന്നിച്ചിട്ട് നിൽക്കാം. ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പ്രകാശന് ഉണ്ടാവുമോ കൂടെ? പ്രകാശൻ കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവും. അപ്പോൾ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ ശ്രീലതനെ വിളിക്കാമെന്ന്, ശ്രീലതക്ക് അവസരം കിട്ടുമ്പോൾ ശ്രീലത എന്നെ വിളിക്കാമെന്നുള്ള ഉറച്ച തീരുമാനം. ആദ്യം തന്നെ ഐ ലവ് യു പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ കിട്ടുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കും, വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും, വ്യവസ്ഥാപിതമായിട്ട് മാർഗത്തിലൂടെ. അങ്ങനെ ചിന്തിച്ചു. ശ്രീലത അഭിനയിക്കാമെന്ന് ചെറിയൊരു പ്രതിഫലം. അത് കഴിഞ്ഞ് വീണ്ടും ബോംബെയിൽ തേക്കിക്കാത്തൊക്കെ എടുക്കുന്ന ഒരു അധികാരി ഫിലിംസ് ഉണ്ട്, അവരും ഒരു വർക്ക് പോകും. അതിൽ നീനാക്കുറുപ്പാണ് വരേണ്ടത്, പക്ഷെ എന്തോ അവർക്ക് വരാൻ പറ്റിയില്ല. അതിൽ ശ്രീലതനെ കൊണ്ടുവന്നു, അഭിനയിച്ചു. അതിൽ മോശമില്ലാത്തൊരു പ്രതിഫലം കൊടുത്തു. ആദ്യം കൊടുത്തതിൻ്റെ ഒരു 10 ഇരട്ടി കൊടുത്തു. അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു. അപ്പം അതിനിടക്ക് ശ്രീലതൻ്റെ അഭ്യാസം പറയാം. ഇതേപോലെ സംസാരിക്കുന്നു, ചുറ്റും ആൾ കൂടി നിൽക്കുന്നു.
പെട്ടെന്ന് ശ്രീലത പറഞ്ഞു പ്രാവശ്യം സ്വകാര്യം പറയാനുണ്ട്. അപ്പൊ ഒരു ചമ്മൽ എന്ന് പറഞ്ഞ സംഗതി അപ്പോഴൊക്കെ ഉണ്ട്, ഇപ്പൊ ചമ്മലില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഓപ്പണായിട്ട് ഏത് കാര്യം പറയുന്നത്, ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എല്ലാവരും കൂടി നിൽക്കുന്നത് എന്നോട് സ്വകാര്യം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞൊരു കൃത്യമായിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ സ്വകാര്യം കേൾക്കേണ്ട ചെവി വെച്ച് കൊടുത്തു. അവിടെ സ്വകാര്യമല്ല കേൾക്കുന്നത്, ഇവളുടെ മനസ്സിൽ എത്രയോ വർഷമായിട്ട് ഇവള് കാത്തു സൂക്ഷിച്ച് അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം. ഇവളെൻ്റെ മുഖത്ത് ഇവളുടെ ചുണ്ട് തട്ടിച്ചു ഒരു നിമിഷം. അത് ചുംബനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്വകാര്യം കേൾക്കേണ്ടിയിട്ടാണ് ചെവി വെച്ച് കൊടുക്കുന്നത്. പക്ഷെ ഇവള് ചെയ്തത് ആ സമയത്ത് ഒരു ചുംബനം നൽകിയിട്ട് ഇവളുടെ തെറ്റിപ്പോയിരുന്നു. ആ നിമിഷം എന്താണ് സംഭവിച്ചത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. സ്വകാര്യം കേട്ടതുമില്ല. ആദ്യമായിട്ട് ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചു അത് കേൾക്കാത്തതുകൊണ്ടാണെന്ന്. ചുംബനം കിട്ടിയതിന്റെ തരിപ്പായി പോയി. പെട്ടെന്ന് അത് ആ അനുഭൂതി, ആ ചുംബനത്തിന് ആദ്യ അനുഭൂതി കിട്ടുന്നത് അപ്പോഴാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഈ അത്ഭുതം ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള അത് ചിന്തിക്കുന്നതിലേക്ക് ശ്രീകുമാർ നമ്പി എഴുതിയൊരു പാട്ടാണ് തോന്നുന്നു. ആദ്യ ചുംബനം, ആദ്യ ചുംബനം അമൃത ചുംബനം, ഇനിയും എത്ര ചുംബനങ്ങൾ നേടിയാലും ഈ മധുരം എന്നും തിരുമധുരം, ഈ മധുരം എന്നും തിരുമധുരം. ആ വരികളിലൂടെ അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട്, പക്ഷെ അനുഭവിക്കുന്നത് ശ്രീലത. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ചോദിച്ചു എന്താ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. ശ്രീലത എന്താ പറഞ്ഞ കേട്ടില്ല, അത് പിന്നെ പറയാതെ പൊട്ടന്നായിരിക്കും മനസ്സിൽ വിചാരിച്ചില്ല. അല്ല, അങ്ങനെയാണ് ധരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത ഒരു സംഗതി ഉണ്ടല്ലോ, കാമം, ക്രോധം, ഇതൊക്കെ അതിജീവിച്ചിട്ടൊരു ജീവിതത്തിന്റെ ഒരു ശക്തി നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് അതിനു മുമ്പ് ചിലരെ കണ്ടിട്ടും ഇതേപോലെ ഇരിക്കാൻ ഇവിടെ വീട്ടിൽ എപ്പോഴും ഇതേപോലെ ഇരുന്നിട്ട് ഞാൻ നുള്ളി നോക്കിച്ചിട്ടല്ലോ അത് കണക്ക് ചെയ്തിട്ട് കൂട്ടി തെറ്റ്. ഇവിടെ അമ്മയിരിക്കുന്നു തെറ്റ് നല്ലൊരു നുള്ളി വെച്ചു, നല്ല വേദനിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ ഇവിടെ അമ്മയുണ്ട്, ഞാനുണ്ട്, ഇവളുണ്ട്. ഇങ്ങനെ തട്ട് ടക്ക് ടക്ക് എൻ്റെ സംഗതി എന്തേ പെട്ടെന്ന് ഇങ്ങനെ ഒന്നുമില്ല. ഇവിടെ വീട്ടിൽ എത്തിച്ചു, നമ്മൾ നമ്മുടെ വഴിക്ക് പോയി. ഇത് കഴിഞ്ഞ് ഈ ആദ്യം ടെലിഫിലിമിൻ്റെ ഷൂട്ടിങ്ങുകൾ ക്ഷണിക്കുമ്പോൾ ഞാൻ എന്നും ഒരു സാധനമല്ല ഒരു ചെറു വിഗ്രഹം എപ്പോഴും സൂക്ഷിക്കും, മൂകാംബികയുടെ. അപ്പോഴേ മൂകാംബികയിൽ മനസ്സ് ഉറപ്പിക്കും. അതില്ലാതെ എനിക്കും അറിയാൻ കഴിയില്ല. നമ്മുടെ അച്ഛൻ്റെ മരണം 94 സംഭവിച്ചതിന് ശേഷം ഈ അമ്മയുടെ വിഗ്രഹം പിടിച്ചിട്ടാണ് കടന്നു പറയുന്നത്. ഈ വിഗ്രഹം ശ്രീലത കൊടുത്തു. ഇതൊരു 5 ദിവസം നീ വെച്ചിട്ട് പൂജയ്ക്ക് എനിക്കുള്ള അവസരങ്ങൾ ഇനി വന്നു ചേരും, നീ തിരിഞ്ഞു നോക്കണ്ട, ഇനി നിന്റെ കാലമാണ്. 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരണം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ദിവസം ഇവിടെ വീട്ടിൽ പോയപ്പോൾ കുളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിക്കുമ്പോൾ 5 കൊണ്ട് രാശേട്ടൻ വന്നിട്ടാണ്. നമ്മളിത് വന്നപ്പോൾ ആ ദൃശ്യശൃംഗൻ്റെ മുമ്പിൽ വന്നതുമല്ല, ആ രൂപത്തിൽ വരുമ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വാങ്ങും നമുക്ക് ധരിച്ചു. നമുക്ക് അങ്ങനെ കാണേണ്ടത് ആവശ്യമില്ല, ആഗ്രഹമില്ല. നേരെ ചൊവ്വ ശരിയായ വേഷത്തിൽ മാറ്റിയിട്ട് വന്നു. കഴിഞ്ഞ് സംസാരിച്ചു. പിറ്റേ ദിവസം 5 ദിവസം കഴിഞ്ഞു ഈ വിഗ്രഹം തിരിച്ചു ചോദിച്ചു. കാണുന്നില്ല എന്ന് പറഞ്ഞു. എവിടെയാ വെച്ചത്? അവിടെ. അതിന് താഴെ നോക്കി എല്ലാം അടിച്ചു വാരി, കാണുന്നില്ല. അപ്പോൾ ഒന്നുകൂടി എനിക്ക് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടും മറ്റുള്ള മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്നാലും വായിക്കണം. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാസിക ആ സമയത്ത് ആ വായനയുടെ സമയത്ത് 10ാം ക്ലാസ്സിൽ മുതലേ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ കളവ് അറിയും. അപ്പോൾ കളവ് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. പിന്നെ ഇവരോടൊന്നും പറയാനില്ല. ശരി വരുന്നേ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അന്ന് അവിടെ നിന്ന് ഇറങ്ങി
ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജകീയത്തിൻ്റെ ഷൂട്ടിങ് ഇവർക്ക് ക്ഷണം കിട്ടി. ഇവൾ അഭിനയിക്കാൻ പോയി. ഇവളെ ബ്രദർ പറഞ്ഞു, പ്രകാശ ഏച്ചി പറഞ്ഞിട്ടേ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. പ്രകാശോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് ഒന്നും കൂടി ഷോക്കായി. എന്താ നമ്മൾ പറഞ്ഞത്, ഇവർക്ക് അവസരം കിട്ടുമ്പം എന്നെ വിളിക്കാമെന്ന്, എനിക്ക് അവസരം കിട്ടുമ്പോൾ ഇവളെ വിളിക്കാമെന്ന്, നമുക്ക് ഒന്നിച്ചിട്ട് കലാരംഗത്തേക്ക് നീങ്ങാമെന്നും ആ ഒരു ഒറ്റ വിശ്വാസത്തിലാണ് നമ്മൾ വന്നത്. അവിടെ ഇവളെന്ത് ചെയ്തു, വിശ്വാസവഞ്ചന കാണിച്ചു എന്നും ഞാൻ പറയില്ല. ഇവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയി. അത് എന്നെ വല്ലാതെ മനസ്സിന് വല്ലാതെ അസ്വസ്ഥനാക്കി. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ശ്രീലത അത് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കെന്ത് തോന്നി, വിശ്വസിക്കാൻ പറ്റിയ ഒന്നും ആരും മനുഷ്യരുടെ കൂട്ടത്തിലില്ലാന്നുള്ള ഒരു വിശ്വസിക്കാൻ പറ്റിയ ആരുമില്ല. കാരണം അത്രയും അടുപ്പം, അത്രയും ക്ലോസ്, എന്ത് ഇവർക്കും പറയും നമുക്കും പറയും. അപ്പം അങ്ങനൊരു സന്ദർഭത്തിൽ നമുക്കെന്ത് തോന്നും, വിശ്വസിക്കാൻ പറ്റിയ ഒന്നുമില്ല. വീണ്ടും മൂകാംബയിലേക്ക് പോയി അവിടെ അമ്മക്ക് സമർപ്പിച്ചു ജീവിതം. അവിടെ നിന്ന് പുതിയ പുതിയ അറിവുകൾ. ഈ വിഗ്രഹം കിട്ടതുമില്ല പറയാം. അമ്മയിൽ സ്ഥാപിച്ചു. ഇവള് സിനിമയിലെ നിറസാന്നിധ്യമായി. നമ്മളതിൽ സന്തോഷിച്ചു. നമ്മുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തിരിച്ചു വന്നില്ല, തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു കലാകാരിനെ വീണ്ടും രംഗത്തിറക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് പകരം കലാരംഗത്ത്, സിനിമാ രംഗത്ത് കണ്ണൂരിൻ്റെ ഒരു പേരാണ്. നമ്മൾ കണ്ണൂരിൻ്റെ പേര് മോശമാക്കാൻ നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു അടിത്തറയുള്ള ഒരു ജില്ലയാണ്. അപ്പം അതിനൊരു കലാകാരിനെ വീണ്ടും കണ്ണൂരിൻ്റെ പേര് ഉണ്ടാക്കണം. ശ്രീലതയുടെ വഴിക്ക് പോയി നമ്മൾ നമോ നമ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിട്ട് ആ കുടജാദ്രിയിലും സൗവർണിക നദിയുടെ തീരത്താണ് താമസം. ആശ്രമം. മൗനം, സംസാരമില്ല. 10 വർഷത്തേക്ക് സംസാരം പോലും കുറവാണ്. അത് കഴിഞ്ഞ് ഈ ചില ദർശനങ്ങൾ കിട്ടുന്നു. ഈ ഇവിടെ ചോദിക്കില്ല ഇതാണ് മറ്റേതാണ് അതൊന്നുമല്ല. അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്ന വളരെ സിമ്പിളായിട്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ മൂകാംബികയില് അഭയം പ്രാപിച്ചു. പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ഉള്ളിലാണ് അറിവുള്ളത്. ലോകം എല്ലാം ഉള്ളിലാണ്. അത് മനസ്സിലായി. അവിടെ മനസ്സർപ്പിച്ചു. അപ്പോൾ ഇടയ്ക്ക് കണ്ണൂർ വരും, എൻ്റെ ജോലി ചെയ്യും. ആ വരുമാനം കൊണ്ട് നേരെ കൊല്ലൂർ പോവും. ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ. ഇപ്പം ദർശനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ടൗണിൽ ശ്രീലതയെ കണ്ടപ്പോൾ ഞാൻ ലതാമ്മ എന്നാണ് വിളിക്കല്. ലതാമ്മ എന്നാണ് വിളിക്കല്, ശ്രീലത എന്ന് വിളിക്കല്. മുഖം വല്ലാത്തിരിക്കുന്നു. ഇവിടെ അമ്മയുണ്ട്. എന്ത് പറഞ്ഞിട്ട് ഇവളൊന്നും പറയുന്നില്ല. അപ്പൊ വിവാഹിതയായി അല്ലേ? ഇല്ല, വിവാഹിത നേരമായിട്ടില്ല. ആയിട്ടില്ല. അപ്പോൾ പ്രശ്നം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ശരി, ആ ആളെ ആരാണ്, ഞാൻ പോയി സംസാരിക്കാം. ഇവള് പോയിട്ട് കാര്യം ഒരുപാട് ആൾ ഇടപെട്ടിട്ടും നടന്നിട്ടില്ല. കാരണം ഇവളെ കുറച്ച് ഗോൾഡ് കൊടുത്താണ് തിരിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവരെയും കൂട്ടി വീട്ടിൽ പോയി സംസാരിച്ചു. ഒരു 2 ആഴ്ച കൊണ്ട് സ്ഥാനം തിരിച്ച് കിട്ടി. അതുകൊണ്ട് ഇവളെ വീട്ടിലേക്ക് പോയി. കണ്ണൂരിൽ താമസം മാറ്റി ഇവർ മുയ്പ്പലങ്ങാട് താമസം തുടങ്ങി. ഇപ്പോൾ രാവിലെ ആണ് ഈ ഗോൾഡും കൊണ്ട് പോയത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. ശ്രീലത വളരെ ഹാപ്പിയായി. എന്തോ അത്യാവശ്യത്തിന് അടുക്കളയിൽ പോയപ്പോൾ ഞാൻ ശ്രീലതയുടെ പൂജാമുറി ഒന്ന് നോക്കി. അപ്പം അവിടെ ഒരു വിഗ്രഹം കിടക്കുന്നു, മൂകാംബിക. 2000 അത് അല്ല, ഈ വർഷം 5 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞ എത്ര വർഷത്തിന് ശേഷം തിരിച്ചിട്ടി? 95 കഴിഞ്ഞിട്ട് 5 വർഷം. അല്ല, കിട്ടുന്നില്ല. ഇത് കണ്ടു. അത് ഞാൻ കയ്യിലെടുത്ത് അമ്മയെന്ന് വിളിച്ചപ്പോൾ നമുക്ക് നമ്മളുടെ സംഗതിയെ കണ്ട തിരിച്ചറിയാൻ പറ്റും. ഇവളെ കണ്ടെത്തിയ പോലെ അത് എൻ്റേതാണെന്ന് എനിക്ക് ബോധ്യമായി. അവിടെ വെച്ചു. ഇവള് അതിലിടയ്ക്ക് ഇവർക്ക് ഒരു ഫോൺ വന്നു. അത് സംസാരിക്കുമ്പോൾ ഇവിടെ മുറിക്കകത്തേക്ക് ഞാൻ കയറി, ബെഡ്റൂമിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ? അത് ദ്വയാർത്ഥമുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ? ഇവൾ കാത്തു നിൽക്കുന്ന നിമിഷമാണ്. നോക്കിയിട്ട് തരാമോ? ഞാൻ ചോദിച്ചു, ആ മൂകാംബിക വിഗ്രഹം എൻ്റെതല്ലേ?
അത് തന്നൂടെ വെച്ചു. ഇവളെന്തോ മോഷ്ടി നിന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആ വിഗ്രഹം എൻ്റെ അല്ലേ? കാരണം അമ്മയാണ് എനിക്ക് വലുത്, മറ്റൊന്നുമല്ല. അത് തന്നൂടെ? ഇല്ല, അത് നിൻ്റെ അല്ല, അതെൻ്റെ അഞ്ചൻ കൊണ്ടു തന്നത്. അവിടെയും രണ്ടാം ഘട്ടം നമസ്കാരം പറഞ്ഞു വരുന്നേ. 2 ദിവസം കഴിഞ്ഞ് ടൗണിൽ വെച്ചിട്ട് ഇവളുടെ സഹോദരനൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഇങ്ങനെ ഉണ്ടല്ലോ, നീ എപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ? എന്ത് വാങ്ങിച്ചു കൊടുത്ത? എപ്പോൾ പോവാ? അത് നിങ്ങൾ കൊടുത്തല്ലേ, അത് നിങ്ങൾ കൊടുത്തില്ലേ? അങ്ങനെ രണ്ടാം ഘട്ടവും പ്രകാശനെ കൈപിടിക്കാനുള്ള അവസരം ആര് നഷ്ടപ്പെടുത്തി? അവിടെയും പ്രകാശനെ തേച്ചു. സംഗതി മനസ്സിലായില്ലേ? അപ്പം നമ്മൾ സത്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അവിടെ കളവ് പറഞ്ഞാൽ നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗമാക്കും? നമ്മൾ സത്യത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നതാണ്. അവിടെ ഒരു കളവ് പറഞ്ഞാൽ നമുക്ക് കൈപിടിക്കാൻ പറ്റും. പിന്നെയാണ് ശ്രീലതയുടെ ആദ്യ വിവാഹം നടക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കഴിയില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് എപ്പോഴും ശിക്ഷയുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി നിയമമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടിയിട്ട് ശ്രീലതയുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞത് തച്ചടച്ചു. ശ്രീലത എന്ന വ്യക്തിയെ പലപ്പോഴും മരിക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു. സിനിമ നടി തന്നെ, പേരിൻ്റെ പ്രശസ്തിയുണ്ട്. പക്ഷെ പിന്നീട് മൂകാംബിക എന്ന് വന്നിട്ട് എപ്പോഴാണ് ഈ ഇഷ്ടം പിന്നീട് പറയുന്നത്? അത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൂകാംബിക എന്ന് വന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മരിച്ചു, ഇത് ഇപ്പോൾ ഇല്ല, സത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് തിരികെ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ തീർത്തും ഇത് ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് വെടിഞ്ഞിട്ട് പോയാൽ അപ്പോൾ സത്യം എന്ന് പറഞ്ഞ വ്യക്തി കണ്ടു, സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല, നിങ്ങളുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ്, നിങ്ങളുടെ അച്ഛൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്, അപ്പം നിങ്ങൾ തിരിച്ചു വരണം, സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം. പക്ഷേ നമ്മൾ അച്ഛൻ സമൂഹത്തിന് വേണ്ടി ജീവിച്ചിട്ട് അച്ഛൻ്റെ അവസാന കാലഘട്ടം ഇത് നമ്മൾ മക്കളായിട്ട് നമ്മളെല്ലാം കണ്ട് സമൂഹത്തെ സേവിച്ചിന് അച്ഛന് കിട്ടിയ അവാർഡുകളൊക്കെ നമുക്കറിയാം. അത് വേണ്ട, നമ്മൾ വേണം. അത് പോരാ. ആ വ്യക്തിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കണ്ണൂരിലെ DVSS ഉടമസ്ഥനുണ്ടല്ലോ, സത്യം. അപ്പം അവരൊക്കെ ശരിക്കും സമൂഹത്തിനും ലോകത്തിനും വേണ്ടി ചിന്തിക്കുന്നു എന്ന് മനസ്സിലായത് അപ്പോഴാണ്. അതുവരെ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് ഈ ലോകത്തിൻ്റെ നന്മയൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിലെ ഈ ദുസ്ഥിതിക്കെതിരായിട്ട്, ഈ അവസ്ഥക്കെതിരായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും അറിയില്ല. ഒരു ഹോട്ടലുകാരൻ പോലും ഈ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുസ്ഥിതിക്കെതിരെ ചിന്തിക്കുന്നു. അവർക്കത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ തിരികെ വന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട് മോഹൻദാസ്, അതായത് ശ്രീലതയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണ്. പറഞ്ഞു, ശ്രീലതയുടെ കാര്യം പോക്കാണ്, ഏത് സമയത്ത് വേണമെങ്കിലും അവൾ ആത്മഹത്യ ചെയ്യാം. കല്യാണം കഴിച്ചിട്ട് 5 വർഷമായി. എന്നൊക്കെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഏത് സമയത്തും അവൾ മരിക്കും, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കാരണം മോഹൻദാസിൻ്റെ അയൽക്കാരിയാണ് ശ്രീലത. ശ്രീലതയും ശ്രീലതൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അവനറിയാം. മറ്റു പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്ന രീതിയും എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് പലർക്കും ഒരു രക്ഷകനാകാൻ നമുക്ക് സാധിച്ചില്ല. നമ്മുടെ കഴിവോ സാമർഥ്യമൊന്നുമല്ല, ഈശ്വരൻ തരുന്ന ഒരു ഗുണമാണ്. ഒരു കഷ്ടപ്പെടുന്നവരെ, ഒരു ആപത്തിൽപ്പെടുന്നവരെ അത് മുമ്പിലിട്ട് തരും. അത് നമ്മുടെ പരീക്ഷണമാണ്. അവിടെ പണവും മറ്റു സംഗതിയൊന്നും നമ്മളെ പ്രലോഭനമല്ല, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് കണ്ണൂർ കോടതിയുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രീലതയെ കാണുന്നത്. നമ്മളിട്ട് പഴയൊരു സൗഹൃദം ഉണ്ടല്ലോ. അപ്പോൾ എന്തുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചു. മറുപടി ഒരു പൊട്ടിത്തെറില്ല. ബസ് സ്റ്റോപ്പിൽ ജനങ്ങളിങ്ങനെ കൂടിയിരിക്കുന്നത്, എന്ത് സുഖം, ഏത് സുഖം. അപ്പം എനിക്ക് തോന്നി നമ്മൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നത്തിലുണ്ട്. ഇവരോട് പ്രശ്നങ്ങൾ അന്വേഷിച്ചാലല്ല, എന്താണ് പ്രശ്നം എന്ന് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ, പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വിളിച്ചു എന്ന് പറഞ്ഞു, എന്താ ഇതിൻ്റെ ഉദ്ദേശം, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പം അതും ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. ആളുകളൊക്കെ ഇവിടെ ശബ്ദം കേട്ടിട്ട് നോക്കുന്നു. കാരണം നമ്മളൊരു അപമര്യാദയായിട്ട് പെരുമാറി ജനങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മൾ അവിടെ കൈവെക്കും. അപ്പം എങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും ലക്ഷ്യ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ 17 വയസ്സ് 18 വയസ്സുള്ളപ്പോൾ ചെയ്യേണ്ടതാണ്. ഇതിനവസ്ഥ വരില്ല. ഞാൻ പറഞ്ഞു, നിൻ്റെ പഴയ സുഹൃത്ത് പ്രകാശനാണ് ഞാൻ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരും.
കുറച്ച് സംസാരിക്കാൻ. അങ്ങനെ ഇവിടെയും കൂട്ടി കണ്ണൂർ യോഗശാലക്ക് നമുക്ക് അന്നേരം ഒരു ഓഫീസുണ്ട്. ഇപ്പോൾ BJPൻ്റെ വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ട്, പി സലീന. നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. നമ്മളൊരു പാട്ട് പാടുന്നൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഒരു മാരാറ്, അവരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചു. മുമ്പ് കണ്ട ശ്രീലതയല്ലേ എന്തൊക്കെയോ പറയുന്നു, പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് ശ്രീലത സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് പന്തികേട് തോന്നി. അപ്പോൾ ശരി, നമുക്ക് ബാക്കി പിന്നെ സംസാരിക്കാൻ കൈ പിടിച്ചിട്ട് ഇറങ്ങി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നീ പേടിക്കൊന്നും വേണ്ട, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് നേരിടാം, ആവശ്യമുണ്ടെങ്കിൽ നീ വന്നു പറഞ്ഞു വെച്ചു. പിറ്റേന്നുണ്ട് എന്നെ നോക്കിയിട്ട് വരും. ഇവരുടെ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ 2 വഴിയാണ് ഇവിടെ മുമ്പിലുള്ളത്. ഒന്ന് ആശ്രമത്തിലേക്ക്, അതല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക്. ഇതിനപ്പുറം ഒരു മാർഗവും ഇല്ല. അതായത് ഇവിടെ നാട്ടിലുള്ള കുറച്ച് മദ്യപിച്ചിട്ട് ഒരു കക്ഷി ഇവിടെ വീട്ടിൽ പോയിട്ട് പ്രശ്നമുണ്ടാക്കി എന്തെല്ലാം സാധനങ്ങൾ എറിഞ്ഞു പഠിച്ചു. ഇവളൊരു കലാകാരിയല്ലേ, ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇവളെ ഭർത്താവോ കുടുംബക്കാരോ ആരും ഉണ്ടായില്ല. ഇവിടെ ഒറ്റക്കാലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരുന്നു പരാതി കൊടുത്തിട്ട്. ആ പരാതി കൊടുത്തിട്ട് വരുമ്പോഴാണ് കോടതിയുടെ മുറ്റത്ത് വെച്ചിട്ട് മുമ്പിൽ വെച്ച് കാണുന്നത്. അപ്പോഴാണ് സുഖമാണെന്ന് ചോദിച്ചത്. അപ്പം ഇവള് പ്രക്ഷുബ്ധമായിട്ട് മനസ്സല്ല, എല്ലാവരോടും അമർഷം. എന്തിനോട്? കാരണം ഒരാളും സഹായത്തിനില്ല. ഇതേപോലെ ഉള്ള ഒരാൾ ഒറ്റയ്ക്ക് സ്റ്റേഷനിൽ പോകുമെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ മനസ്സ് പൂട്ടി. അവിടെയാണ് തീരുമാനം. 2 വഴി, ആത്മഹത്യ, ആശ്രമം. ആശ്രമത്തിൽ പോയിട്ട് എന്താ കാര്യം? പേരുള്ള ആശ്രമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കുറച്ചൊക്കെ ഒരു ധാരണ നമുക്കുണ്ട്. നമ്മളപ്പോൾ അവിടെ അവിടെയൊന്നും അതില്ല. ആകെ ഒരു സ്വാമി നമ്മളെപ്പോലത്തെ വളരെ അപൂർവമായിട്ടുള്ള മൂകാംബിക ഭക്തന്മാർ. അത് പോയിട്ട് കാര്യമൊന്നുമില്ല. ആത്മഹത്യ ചെയ്യണം, അത് മോശം, നല്ല കാര്യം. അതിനൊരു സപ്പോർട്ട് കൊടുത്തു, അത് നല്ല കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എൻ്റെ ജീവിതം ഞാൻ ആസ്വദിച്ചില്ല, ഒന്നും അനുഭവിച്ചില്ല. അപ്പം നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തരിക, ഞാൻ ഒന്ന് പുട്ടടിച്ചിട്ട് ജീവിക്കട്ടെ. നിൻ്റെ അന്ത്യകർമ്മങ്ങൾ നമ്മൾ യഥാവിധി നല്ല രീതിയിൽ തന്നെ ചെയ്തോളാം. ഓ ശരിയെന്ന് പറഞ്ഞു. പിറ്റേന്നുണ്ട് ചെറിയ തുച്ഛമായ സംഗതിയേ ഉള്ളൂ. അതിൻ്റെ എല്ലാം അഗ്രിമെൻറ്റ് ആധാരമൊക്കെ എടുത്തിട്ട് വന്നതാ ബുക്ക് ഇതിലെ ഒപ്പിട്ടായിരുന്നു. അപ്പം എനിക്ക് ആവശ്യം ഉള്ള സ്വത്തോ ഉള്ള പണമൊന്നുമല്ല, ഉള്ള ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ്. ഇവൾ മരിക്കുന്ന കാര്യം ഉറപ്പായി. അല്ലാണ്ട് നിങ്ങളായാലും നമ്മളായാലും എത്ര സൗഹൃദമായാലും അവരാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കടം കൊടുക്കാൻ സഹായിക്കാനില്ലാത്തൊരു കാലഘട്ടത്തിലും കൂടിയാണ് പോകുന്നത്. അവിടെയാണ് ശ്രീലത സമ്പാദ്യം മുഴുവൻ വനിതാ കുറിച്ചോ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആയിട്ട് പോകുന്ന ഉറപ്പുമാണ്. ആടെ വെക്ക് ഇപ്പോൾ അവിടെ കയ്യിൽ വെക്ക്. ഇവിടെ ഒന്നുകൂടി പഠിച്ചു. അവൾ മാനസികമായിട്ട് ആകെ താർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അന്നും കുറച്ച് സംസാരിച്ചു. ഇപ്പം എനിക്ക് തോന്നിയോ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അത് മനസ്സ് അത്രയും പൊട്ടിയിട്ട് ആരും ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ കൂട്ടി നടക്കുമ്പോൾ ആൾ പറയില്ലേ കണ്ണൂർ ശ്രീലത ഇതൊക്കെ ചിന്തിച്ചു. പിന്നെ എവിടുന്ന് ഒരു ധൈര്യം കിട്ടി. എനിക്ക് തോന്നി ഇവളെയും കൂട്ടിയിട്ട് ഒന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും പോകാം. ആ ശക്തി ഒരു ശക്തി നേരം അങ്ങനെ കണ്ണൂരിൽ ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇവളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് അപ്പോൾ ഇവളെ ഫുൾ ടൈം എൻഗേജ് ആക്കണം. മറ്റു രീതിയിൽ ആരും ഇല്ല എന്നുള്ള തോന്നൽ മാറ്റിയിട്ട് ജീവിതത്തിൽ തിരികെ കൊണ്ടുവരണം. അപ്പോൾ അതിന് നമ്മൾ എല്ലാവിധത്തിലുള്ള പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കണം, ആശ്വാസം കൊടുക്കണം. ചക്കരക്കല്ല് ഹരിശ്രീ കലാക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു കലാക്ഷേത്രമുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ഡാൻസ് പഠിപ്പിക്കുന്നു. അവിടെ കൊണ്ടുപോയി ചേർത്ത് രാവിലെ 10 മണി മുതൽ 12:30 മണി വരെ. അത് കഴിഞ്ഞിട്ട് യോഗശാലക്ക് ഒരു കമ്പ്യൂട്ടർ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നു. അവിടെ കൊണ്ടുപോയി ചേർത്ത് അത് 3 മണി വരെ. അത് കഴിഞ്ഞ് താളിക്കാവിൽ ഉഷ തയ്യൽ പരിശീലന കേന്ദ്രം അവിടെ കൊണ്ടുപോകും. അതൊരു 5 മണി വരെ. അത് കഴിഞ്ഞാൽ നേരെ ഇവളെയും കൂട്ടിയിട്ട് ഇവളെ വീട്ടിലാക്കും. അപ്പോൾ മാനസികമായിട്ട് ഇവൾ ശക്തി പ്രാപിച്ചു. പിന്നെ ഇവൾ അന്നേരം ഏറ്റവും അലട്ടുന്നൊരു പ്രശ്നം ഈ ഒരു പേടി.
നടന്നു പോകുമ്പോൾ മരിച്ചു പോകുന്നൊരു പേടി മാനസികമായിട്ടും ഇവിടെ അമ്മ അങ്ങനെയാണ് മരണപ്പെട്ടത്. ആ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് ഈ സമയം പകല് മുഴുവൻ ഇവിടെ കൂടി ഉണ്ടാവും, ഒറ്റയ്ക്ക് ഓടി പോകില്ല. അത് കഴിഞ്ഞ് ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് യേശുദാസിൻ്റെ അനുഗ്രഹത്തോടിയിട്ട് ഫസ്റ്റ് അരങ്ങേറ്റം നടത്തിയത്. പിന്നെ നമ്മൾ പഴയ പാട്ടൊക്കെ അത്യാവശ്യം പാടും. ഓൾഡ് ഈസ് ഗോൾഡ് ഗാനമേള പരിപാടികൾ നടത്തി ഉള്ള ഒരു പഴയതിനേക്കാൾ പൂർവാധി ശക്തിയായിട്ട് കൊണ്ടുപോകണം. ഇവിടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ഉദ്ദേശിക്കും. എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അവൾ മറ്റൊരു വ്യക്തിയുടെ ഭാര്യയാണ്. അപ്പോൾ ഒരു സ്ത്രീകളിലേക്കും നമ്മളൊരു മോശമായിട്ട് ഫ്രീയായിട്ട് പെരുമാറും. പക്ഷെ ആ ഒരു ഇതിൽ ഇത് നമുക്ക് കിട്ടിയ അറിവാണ്. അന്യപുരുഷൻ്റെ ഭാര്യയെ ഒരിക്കലും കാംക്ഷിക്കരുത്. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണെന്ന് ഇതൊക്കെ നമുക്ക് നല്ല നല്ല ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങൾ അതാണ്. അപ്പോൾ ഇവളെ എങ്ങനെ ഞാൻ സ്വീകരിക്കും, ഇതിലേക്ക് കൊണ്ടുവരിക. ഇവരോട് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ നല്ലൊരു ഭാഗ്യം തരാം. അപ്പം എന്താണെന്ന് ഇവൾ ചിന്തിക്കുക, എന്താണ് എനിക്ക് മക്കളുണ്ടാവില്ലല്ലോ, ഞാൻ നിന്നെ മകനെ പോലെ ജീവിച്ചോളാം, ഞാൻ നിന്നെ അമ്മയെപ്പോലെ കരുതിക്കൊള്ളാം. പിന്നെ സമൂഹം അതെൻ്റെ വിഷയമല്ല. അത് ഈ കൊല്ലൂരൊക്കെ പോയിട്ട് കിട്ടിയ ആ ഒരു സംഗതിയാണ്. നമ്മളെന്താണ് നമ്മളാവുള്ളൂ. അല്ലാണ്ട് സമൂഹത്തിനെ നോക്കിയാൽ നമ്മളൊന്നും ആവുമോ? സമൂഹം എന്ന് പറഞ്ഞാൽ അറിയാലോ, പെറ്റ കുഞ്ഞിന് അമ്മേനെ കൊണ്ട് ഓടിപ്പിക്കില്ല, പാൽ ഓടിപ്പിക്കില്ല. എന്താ പറയുക, ഓള് കല്യാണം കഴിച്ചില്ല, ആ കുഞ്ഞുങ്ങളുണ്ടാ കല്യാണം കഴിക്കണമെന്നും കൂടി ചിന്തിപ്പിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മൾ നമ്മുടേതായിട്ടില്ല, ശരിയായിട്ടില്ല ജീവിതത്തിൻ്റെ സത്യത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതാണ് ഈ കാലത്തല്ല ഏത് കാലത്തും നമുക്ക് അഭികാമ്യം. അപ്പോഴാണ് ഈ രജനി മോഹൻ എന്ന് പറഞ്ഞ പള്ളിക്കുന്നുള്ള ഈ ഇൻഡ്യൂഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഈ കൊല്ലൂർ പോയപ്പോൾ ചില സംഗതികളൊക്കെ അത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിനു മുമ്പ് മരിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് അവരുടെ പോയി പറഞ്ഞു, മതി കഴിയുന്നില്ല, ജീവിതം അടുത്ത് മരിക്കുന്നു. അപ്പോൾ അവരോട് നീ മരിക്കേണ്ട സമയമായിട്ടില്ല, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. ആ കഥയാണ് നേരത്തെ പറഞ്ഞത്. പി ഇന്ന് തുടർന്ന ആൾ വരുന്നു. അത് ആദ്യം പറഞ്ഞില്ല. ഇവരോട് പറഞ്ഞത്, നിന്റെ പിരിഞ്ഞു പോയൊരു സുഹൃത്ത് തിരിച്ചു വരും, ആ സുഹൃത്ത് തിരിച്ചു വരുന്നതോടുകൂടി എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ ഇവർക്ക് സുഹൃത്തുക്കളില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് പോയി പുരുഷന്മാരിൽ ഇവർക്ക് സുഹൃത്തുക്കളില്ല. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ ഓർത്തതുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, പി എന്ന് പറഞ്ഞ അക്ഷരത്തിലുള്ള ആളാന്ന് പറഞ്ഞു. പി എന്ന് പറഞ്ഞപ്പോൾ ഇവള് പ്രഭാകരം, പ്രസന്നം, പ്രേമം, പ്രദീപൻ തുടങ്ങി എല്ലാ പിയിലുള്ള പേരുകൾ നോക്കി. അപ്പം അതിലൊന്നുമില്ല. പ്രകാശൻ, പ്രകാശനെ വരും പറഞ്ഞു, ഒരിക്കലും വരില്ല പ്രകാശൻ, ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. അവൻ വരും പറഞ്ഞു. അവനിപ്പോൾ കൊല്ലൂര് കുടജാദ്രിയിലും ഹിമാലയത്തിലായിട്ട് സഞ്ചരിക്കുന്നതാണ്, സന്യാസിയായി എന്നാണ് കേട്ടറിയുന്നത്. അവൻ വരും, നിൻ്റെ കൈപിടിക്കും, അതോടുകൂടി നിൻ്റെ ജീവിതത്തിലേക്ക്. ശരിക്കും പ്രകാശേട്ടൻ വേറൊരു വിവാഹ ജീവിതത്തിലേക്കൊന്നും ചിന്തിക്കാതിരുന്നത് ഈ ഒരു മനസ്സുകൊണ്ട് തന്നെയായിരുന്നു. അല്ല, ഒരു അറിവ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനുള്ള ഒരു അന്വേഷണമാണ് എൻ്റെ ജീവിതം. അപ്പോൾ അതിനിടയിൽ ഈ ഭൗതികമായിട്ടുള്ള ആത്മീയം എന്ന് പറഞ്ഞുകൂടാ, ഈ ഭൗതികമായിട്ടുള്ള ജീവിതം ഇപ്പോൾ ബുദ്ധനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കണ്ടെത്തിയ കാഴ്ചപ്പാട്. പക്ഷെ ഇവിടുത്തെ ഇന്നത്തെ നിലവിലെ വ്യവസ്ഥിതി ഈ പറഞ്ഞ സത്യത്തിലേക്കോ ധർമ്മത്തിലേക്കോ അല്ലെങ്കിൽ അറിവിലേക്കോ ചിന്തിക്കുന്ന ഒരു സംഗതി സമൂഹത്തിന് വരുന്നില്ല. സ്കൂളിൽ നിന്ന് പോലും അത്തരം ധാർമ്മികമായിട്ട് ആദാമിൻ്റെ മകൻ അബു കഥ കേട്ടിട്ടുണ്ടോ? ആദാമിൻ്റെ മകൻ അബുവിൻ്റെ കഥകളില്ല, ഖലീഫ ഉമറിൻ്റെ കഥകൾ പുസ്തകങ്ങളില്ല. അപ്പം അതൊക്കെ ആ കാലഘട്ടത്തിൽ വായിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഷിബി ചക്രവർത്തി കഥ കേട്ടിട്ടുണ്ടോ? ഷിബി ചക്രവർത്തി. അപ്പം അങ്ങനെ ഇങ്ങനെ ഉള്ളിലൊരു എന്തോ ഒരു അന്വേഷണം. അപ്പം അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീകളൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളെ മോഹിപ്പിക്കുന്ന ഭൗതികമായിട്ടുള്ള ഒരു സംഗതിയും ആ പ്രലോഭനങ്ങളിൽ വീഴുന്നില്ല, മനസ്സിലായില്ല. അപ്പം അതിനിടയിൽ ഭൗതികമായിട്ടുള്ള ജീവിതത്തിലേക്ക് ശ്രീധരനെ പോലെയുള്ളവരെ പരിചയപ്പെടും. എന്നിട്ട് ആ ഒരു ഉത്ബോധം ഉള്ളത് കൊണ്ട് കാമത്തിലേക്ക് വരുന്നില്ല. അങ്ങനെയുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു മോഹങ്ങളും സ്വപ്നങ്ങളും തൊട്ടു നോക്കാം, ഒന്ന് പിടിച്ചു നോക്കാം, ആ വഴിയിലേക്ക് പോകുന്നില്ല. ഈ 2014 വന്നു.
അവർ പറഞ്ഞു നിങ്ങൾ ഭാര്യയായിട്ട് കാണണം, പൂർവ്വജന്മാർജിതമായിട്ട് നിങ്ങൾ ജീവിച്ചതാണ്, ഈ കലികാലത്തിൻ്റെ സ്വഭാവമാണ് ആളുടെ വഴിമാറ്റുന്നത്. അപ്പം നിങ്ങൾ ഞാൻ പറയാം കുട്ടികളുടെ ഭാര്യയല്ലേ, അയാളുടെ ഭാര്യയല്ല, അയാൾ തൽക്കാലം വന്നതാണ്. അതുകൊണ്ട് ജീവിതം ഇവള് കുറേ പഠിച്ചു, ഇവള് കുറേ പഠിക്കാണ്ട് പഠിപ്പിക്കാൻ വന്നവരാണ്. പക്ഷെ നിങ്ങൾ വരുന്നതോടുകൂടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് പോയി പോകും. പിന്നെ അദ്ദേഹം മരിച്ചു. അവിടെ ആ അമ്മയെ സമർപ്പിച്ചിട്ട് കൊല്ലൂർ പോയിട്ട് സമർപ്പിച്ചിട്ടാണ് ഇവിടെ കരം പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതിൽ ആ ചെറിയ വിഗ്രഹം കൊടുത്തേ അല്ല, അത് കിട്ടിയല്ലോ. മൂകാംബിക പോയി, ഇവളെയും കുട്ടി മൂകാംബിക പോയിട്ട് അവിടെ നിന്നാണ് ഇവളെ കൈപിടിക്കുന്നത്. അമ്മക്ക് അമ്മയുടെ സമർപ്പണം വിവാഹമായിട്ടൊന്നും നടന്നില്ല. പിന്നീട് രജിസ്റ്റർ ചെയ്തു. പിന്നീട് മൂകാംബിക പോയിട്ട് ആ സങ്കല്പം ചെയ്ത രാധാകൃഷ്ണൻ അടികയുണ്ട്, അദ്ദേഹം പൂജിച്ചൊരു. ഈ കാര്യം ആരാ ആദ്യം പറഞ്ഞത്? നമുക്ക് വിവാഹിതരാകാം എന്ന കാര്യം പറഞ്ഞ ആരാ? പ്രകാശാട്ടനാണോ? വിവാഹിതരാകാന്നല്ല, ഇവളീ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഞാൻ പറഞ്ഞു നിന്റെ പേടിക്കൊന്നും വേണ്ട, എപ്പോഴും പുറത്തൊരു വള ചെയ്യാനുണ്ടാവും, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ ഈ രജനി മോഹൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇവർക്ക് ഒരു ചോദ്യം വന്നു, ഇത് സൊസൈറ്റി എന്താ പറയാം. അവർ പറഞ്ഞപ്പോൾ അത് സംഗതി കുറച്ചുകൂടി എനിക്ക് ബോധ്യമായി എന്താണെന്നുള്ളത്. സൊസൈറ്റി എന്താ പറയാ, അങ്ങനെ ഒരു സംഗതി ഇല്ല അല്ലേ? എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ സംരക്ഷണം സൊസൈറ്റി ഏറ്റെടുത്തോളൂ, നമ്മളെ ബൈക്ക് പോയിക്കോളാം. നീ ആലോചിച്ചിട്ട് പറ. 2 ദിവസം കഴിഞ്ഞ് ചോദിച്ച സൊസൈറ്റി വേണ്ട, പ്രകാശം മതി. നിങ്ങളിപ്പം ഹേമ കമ്മീഷൻ സംഗതി പറഞ്ഞല്ലോ, സിനിമ എന്ന് പറയുന്നൊരു മായിക ലോകമാണ്. ശ്രീലത പോലും 2ാം വരവിൽ രാജകീയത്തിലൂടെ പോയപ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞ ആ സ്നേഹിതനില്ല. സിനിമ എന്ന് പറയുന്നത് മായിക ലോകമാണ്. വളരെ ചെറുപ്പത്തിലെ നൃത്തവും അഭിനയവും പഠിച്ചിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദത്തോടെയാണ് ഇവൾ സിനിമയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അഭിനയിക്കാൻ അറിയാം, കലയെ ദൈവമായിട്ട് കാണണം, അവർക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ഇന്ന് നിങ്ങളായാലും ശരി നമ്മളായാലും ശരി ആരാ സിനിമയെ മോഹിക്കാത്തവരാരുള്ളത്? പണം, പ്രശസ്തി, അംഗീകാരം, ആദരവ് ഇതെല്ലാം കിട്ടുന്ന വലിയൊരു ജനങ്ങളെ ആകർഷിക്കുന്ന വലിയൊരു മേഖലയാണ് സിനിമ. കഴിവില്ലാത്തവരും ആഗ്രഹിക്കും സിനിമയിൽ അഭിനയിക്കും. മോഹിക്കാത്തവരാരുള്ളത്? നിങ്ങൾ മോഹിക്കൂല? ഏതെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. ഏത് യുവാക്കളുടെ മനസ്സിലും ഈ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഉണ്ടാവും. അപ്പം വെറും മോഹം കൊണ്ടോ കഴിവില്ലാണ്ടോ ചെന്നെത്താൻ പറ്റുന്ന മേഖലയല്ല സിനിമ. നല്ല കഴിവാണ്, നമുക്ക് മുഖം കാണിക്കാം. 1-2 സിനിമയെല്ലാം ആക്കാം. പിന്നെ ദൈവാധീനം അനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാം. അതെല്ലാം നല്ല കഴിവുള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മേഖലയാണ്. ഇവിടെയാണ് ഈ യുവതികളും യുവാക്കളും മോഹമായിട്ട് പോകുമ്പോൾ ഇതിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ചിലരൊക്കെ ഉണ്ടാവാം. അവിടെ ഈ പെൺകുട്ടികൾ അവർക്ക് അടിയറവ് അറിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെന്തിനാ ഈ അപ്രാപ്യമായിട്ട് മേഖലകളിലേക്ക് ഒറ്റക്കൊള്ളിക്കും നിങ്ങൾ ലോഡ്ജിലും ഫ്ലാറ്റുകളിലും പോകുന്നു? ഒരു സ്ത്രീ ഇന്ന് 2000 മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അല്ലേ? എല്ലാവരും പത്രങ്ങളും വായിക്കുന്നു. നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധമില്ലാത്ത ഏത് കുട്ടികളാണ്? 5 വയസ്സിലെ കുട്ടികൾക്ക് പോലും തിരിച്ചറിവുണ്ട്. ലോകത്ത് മദ്യ, മയക്കുമരുന്ന് മാഫിയ, പീഡനം, ബലാത്സംഗം കുറേയേറെ ശ്രദ്ധിക്കുന്ന കാലഘട്ടത്തിൽ 21 വയസ്സിന് മേലെയുള്ള കൂട്ടരാണ് ഈ പോയിട്ട് നമ്മൾ അറിയില്ല, നമ്മളത് പോയി കേക്ക് കടന്നു പിടിച്ചെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകേണ്ടതാണോ ഹോട്ടലിൽ ഒരു സ്ത്രീക്ക് ഒരാൾ വിളിക്കുമ്പോൾ? ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലമാണോ ഫ്ലാറ്റ്? അപ്പം ഇത് അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു എൻട്രി കിട്ടുന്നില്ല, അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല. അവിടെയാണ് ഈ പരാതികൾ വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നടന്മാർ അല്ലെങ്കിൽ അതുപോലെയായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇവരുടെ പ്രതീക്ഷകൾ ഒത്തിട്ട് ഒരുപക്ഷെ ചെറിയ സീനെല്ലാം അവസരം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഈ നടന്മാർക്ക് തന്നെ ഇപ്പം നിലനിൽപ്പില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യും? അവർക്ക് അവസരങ്ങൾ കിട്ടിയാലല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ഭൗതികമായിട്ടുള്ള ഭോഗ സുഖങ്ങളാണ്, മായാലോകമാണ്, ഭൂമിയിലൊരു സ്വർഗമാണ് സിനിമ എന്ന് പറഞ്ഞത്. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അതൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് അല്ലെ ഇവിടുത്തെ നിയമം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. മനുഷ്യൻ്റെ ആസക്തി പറ്റുമോ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ?
പുരുഷനും സ്ത്രീക്കും വികാരങ്ങളില്ല. അവിടെ ഇത് സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാനുള്ള അറിവാണ് ലോകത്തിന് വേണ്ടത്. പക്ഷെ ലോകത്തിൽ എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റുമോ? ആ ദൃഢത കൈവരുത്താൻ പറ്റുമോ? ഈ കലാകാരന്മാരെ ഒക്കെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. യേശുദാസിനെ കുറിച്ച് അറിയാലോ. അദ്ദേഹം വളരെ മഹത്വമുള്ളൊരു കലാകാരനാണ്. നല്ല നല്ല ചെമ്പൈ അതുപോലെ നല്ല ആളുടെ അനുഗ്രഹത്തോടെ അറിവോടിട്ട് വന്നയാണ്. ഭക്തനുമാണ്. 9-10 മണി അദ്ദേഹം ഒരു സ്ത്രീയുടെ ഫോൺ കൊടുക്കില്ല. ഒരു ഫോൺ കൊടുക്കില്ല. വളരെ മാന്യമായിട്ട് നല്ല സ്നേഹത്തിൽ പെരുമാറും. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റും? അദ്ദേഹം നിഷ്ഠനാണ്. അദ്ദേഹത്തെ സൃഷ്ടിച്ചത് ഈ കലാലോകത്തേക്ക് പറഞ്ഞു വിട്ടത് ഏതൊരു ശക്തിയാണ്. ഒരാൾ ഇത്രയും കാലം നിലനിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ കുറിച്ച് ആരും പറഞ്ഞിട്ടുണ്ടാ? അദ്ദേഹത്തിന് അതറിയാം. ഇത് ചില സ്ത്രീകൾക്ക് ഭർത്താവ് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഇനി നാളെ നമുക്ക് സ്ത്രീകൾ നമുക്ക് എതിരായിട്ട് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നടക്കുന്ന സത്യമാണ്. ഈ പ്രധാനപ്പെട്ട വലിയ വലിയ നടന്മാരിൽ നിന്ന് അവർ കുട്ടികളെ പ്രതീക്ഷിക്കുന്നു. ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതാണ്. പ്രശസ്തരുടെ മക്കളെ ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. മനസ്സിലായ? അപ്പൊ ആ രീതിയിൽ സമ്മർദ്ദത്തിൽ ഈ കലാകാരന്മാരെ ബന്ദിയിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാണ്ട് സംഭവിക്കുന്നതല്ല, ഇതെല്ലാം അറിയാം. ഏത് നടന്മാരായിക്കോട്ടെ അവർ വ്യക്തികളല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യതകൾ ഉണ്ടാവില്ല. ചേച്ചി അമ്മ സംഘടനയായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം? അമ്മ മെമ്പറാണോ? അമ്മയിൽ മെമ്പറാണോ? കൈനീട്ടം എന്നുള്ള പരിപാടി അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ എന്ന സംഘടന നിലനിൽക്കേണ്ടത് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് അല്ലേ? അമ്മ സംഘടന നിലനിൽക്കണം. ഇപ്പോ രാജിവെച്ച് എല്ലാവരും പോയപ്പോ ഒരു അംഗം എന്നുള്ള രീതിയിൽ വലിയ പ്രയാസം തോന്നിയോ ചേച്ചിക്ക്? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് തന്നെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇതിൽ അമ്മയിൽ നിന്ന് പിൻവാങ്ങരുത്. അല്ല, അവരോട് പറഞ്ഞു ഞാൻ, നിങ്ങൾ പിൻവാങ്ങരുത്. തോറ്റ് പിന്മാറുന്നതിന് തുല്യമാവരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷ അനുഭവിക്കും. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. പക്ഷെ അതിന് സംഘടനയിൽ ഒരുപാട് എന്നെപ്പോലെ ഇരിക്കുന്നതും എന്നേക്കാളും നിർധനായ ഒരുപാട് അംഗങ്ങളുണ്ട്. അതിൽ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പം അമ്മ സംഘടനയെ പൊളിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ സംഘടനയെ പൊളിക്കുക, കാരണം സംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൈനീട്ടം മാത്രമല്ല, ഇപ്പൊ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ചികിത്സാ സഹായം കൂടെ നമ്മൾ മരുന്നിന്റെ ലിസ്റ്റ് അയച്ചു കൊടുത്താൽ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഇപ്പൊ സിദ്ദിഖ് സെക്രട്ടറി ആയതിനു ശേഷം തീരുമാനം. ആർക്കെങ്കിലും അസുഖം ഉണ്ടായിട്ട് മരുന്ന് വാങ്ങിക്കണമെങ്കിൽ അതിന്റെ ലിസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ മരുന്ന് വീട്ടിലെത്തിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നല്ല മനസ്സുള്ളത് കൊണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ അവരൊക്കെ അത് ചെയ്യുന്നത്. ദുർബല നിമിഷങ്ങളിൽ ഒരുപക്ഷെ തെറ്റ് സംഭവിക്കാം. പക്ഷെ അവര് പൂർണ്ണമായിട്ടും പറഞ്ഞ് സിദ്ദിഖ് മഹാക്രിമിനൽ എന്നാണ് പറഞ്ഞത് അല്ലേ? മഹാക്രിമിനലാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയല്ല. അല്ല, നല്ല സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടിയിട്ട് അവരൊക്കെ ഈ ആളുകളൊക്കെ വിളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും വിളിക്കാറുണ്ട്. ബാബു, ഇടവേള ബാബു എൻ്റെ കൂടെ നേരം പുലരുമ്പോൾ എന്ന സിനിമക്ക് KP കുമാരൻ സാറിന് കണ്ണൂരിൽ നിന്ന് ഷൂട്ട് ചെയ്തു. എൻ്റെ കാമുകനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. അന്ന് എങ്ങനെയാണോ ബാബു എൻ്റെ അടുത്ത്, ഇന്നും അതുപോലെ തന്നെ. ഒരു മോശമായ പെരുമാറ്റമോ ബാബുവിന് ശക്തമായ കൈകളുണ്ട്. ഏത് സമയത്ത് ബാബുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് എപ്പോ വിളിച്ചാലും ചിലപ്പോൾ എന്തെങ്കിലും മീറ്റിംഗിൽ എന്തെങ്കിലും ആണെങ്കിൽ പറയും, ശ്രീലത ഒരു 10 മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാവേ. ആരും നമ്മൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കൽ അവരേതെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ തിരിച്ച് നമ്മളെ ഒന്നിക്കൽ വോയിസ് മെസ്സേജ് ഇടും, അല്ലെങ്കിൽ തിരിച്ച് നമ്മളെ വിളിച്ചിട്ട് എന്താ വിളിച്ചത്, കാര്യം എന്താണ് ചോദിക്കും. ഇപ്പം ഞാൻ സുഖമില്ലാതെ കടന്ന സമയത്ത് പോലും നമുക്ക് ഇൻഷുറൻസ് അമ്മയിൽ നിന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നുണ്ട് സംഘടന. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. സംഘടന നിലനിന്ന് പോകണം.
സംഘടന നിലനിന്നേ പറ്റൂ. രാജിവെച്ച് ഭരണസമിതി ഇല്ല എന്നൊക്കെ കേട്ടപ്പോ വലിയ സങ്കടം ചേച്ചിയെ പോലുള്ള രാജിവെക്കരുതെന്നൊന്നും ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ രാജിവെക്കരുത്. മോഹൻലാലൊക്കെ പോയി, ഇനി ആ സംഘടനയെ നയിക്കാൻ ആര് എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ വരികയല്ലേ ശരിക്കും? ഇനി അവരൊക്കെ വരില്ലെങ്കിൽ, മോഹൻലാലൊക്കെ ഇല്ലെങ്കിൽ പിന്നെ സംഘടനയുടെ ഒരു നിലനിൽപ്പ് ജഗദീഷ് ഉണ്ട്, പൃഥ്വിരാജൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ സംഘടന നയിക്കാൻ പറ്റും. മറ്റേ ഉണ്ണിമൂല അല്ല കണ്ണൂരില്ല, അവരൊക്കെ പറയുമ്പോൾ ശിവപാല്, അവർക്കൊക്കെ സംഘടനയെ നയിക്കാൻ പറ്റും. ഒരു തൽക്കാലം ഒരു മാറ്റി മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയില്ല, സുരേഷ് ഗോപിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയില്ല. പക്ഷെ ഈ വിവാദം വന്നതുകൊണ്ട് ഒന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. അവരമ്മയെ ഉപേക്ഷിക്കുന്നില്ല, അമ്മ അവരെ ഉപേക്ഷിക്കില്ല. കാരണം ഇതിലെ അംഗങ്ങൾ 250ഓളം സ്ത്രീകളാണ്. അവരൊക്കെ ഈ പറഞ്ഞ പുറമേയുള്ള ആളുകളെക്കാൾ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇവരൊക്കെ തന്നെ. എന്നാ പിന്നെ അവർക്ക് പ്രശ്നം എന്താണ്? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട? അവരാരും ഇവരെ കുറിച്ചിട്ട് ആരും മോശമായിട്ട് പറയുന്നുണ്ട്. 250 ഇത് അതിൽ 5-6 ഇത് കുറ്റം പറഞ്ഞല്ല, അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും ഈ വിധത്തിൽ പീഡനങ്ങളോ ദുരാനുഭവങ്ങളോ വെളിച്ചത്തിലായിരിക്കും അവരത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിന് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർ പറഞ്ഞ പ്രശ്നങ്ങൾ കേൾക്കാനും നിയമപരമായിട്ട് സംരക്ഷണം കൊടുക്കാനും സർക്കാർ തയ്യാറാവും. ഒരു പ്രൊട്ടക്ഷൻ ഈ മേഖലകളിൽ എത്തുന്നവർക്ക്, സിനിമയിൽ അഭിനയിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അവർക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതാണ് ഹേമ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞു, ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. ചേച്ചി, നമ്മൾ ഈ സംസാരത്തിൽ മുഴുവൻ ചേച്ചിയുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പ്രണയബന്ധങ്ങൾ, ഇതൊക്കെ ആണ് നമ്മൾ സംസാരിച്ചത്. കലയുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം സംസാരിച്ചത്. അത് ഒരുപക്ഷെ നമ്മുടെ മുന്നിലുണ്ട്. ചേച്ചി എന്തായിരുന്നു, എത്ര സിനിമയിൽ അഭിനയിച്ചു, എത്ര നാടകങ്ങൾ അഭിനയിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എങ്കിൽ കൂടി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാന അവാർഡ്, അമേച്ചർ നാടക അവാർഡ് അടക്കം, പ്രൊഫഷണൽ നാടക അവാർഡ് അടക്കം ചേച്ചി തേടി എത്തിയിട്ടുമുണ്ട്. അഭിനയ ജീവിതത്തിൽ ചേച്ചി തൃപ്തയാണോ? അഭിനയ ജീവിതത്തിൽ ഞാൻ തൃപ്തിയാണ്. കാരണം എനിക്ക് മോശപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടാവുന്ന കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും കിട്ടിയില്ല എന്നുള്ളൊരു അതിൽ നിരാശപ്പെടുന്നുമില്ല. ഭാഗ്യം. അതൊക്കെ ഓരോരോ ചില വീണ് കിട്ടുന്ന അപൂർവം ചില വേഷങ്ങൾ ചിലപ്പോൾ എനിക്ക് ആ മോണിക്ക ഒരു സ്റ്റോറിയിൽ നല്ലൊരു അവസാനമായി ഞാനിപ്പോ നല്ല വേഷം പോയി നമ്മുടെ ഈ തിയേറ്റർ അന്ന് ചേച്ചി ഞാൻ കണ്ടിരുന്നു. ആ സിനിമ എന്ന് പറയുന്നത്, അതിലൊരു അഭിനയം എന്ന് പറയുന്നത് ചേച്ചിയെ ഫോക്കസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അതെ, ശ്രീമതി കഴിഞ്ഞാൽ ശ്രീതക്ക് ഒരു ഫോക്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഭാവങ്ങളും വ്യക്തൻ ശ്രീതക്ക് അവസരം കിട്ടിയെന്നുള്ളതാണ്. അതെ. അപ്പോ ഇനി എന്താണ് പരിപാടി? സിനിമ ഇനിയും അഭിനയിക്കാൻ കണ്ട ആ സമയത്ത് ഇനിയൊരു ബാല്യം ഉണ്ട് എന്ന് തന്നെയാണ് ആ അഭിനയം. വിളിച്ചാൽ ഇനിയും പോവാൻ തയ്യാറാണ്. നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ ഞാൻ പോയിച്ചു. കാരണം നമ്മുടെ ആ പഴയ കാലത്തിലേക്ക് നമ്മൾ എന്തായാലും തിരിച്ചു പോകില്ലല്ലോ. നമുക്ക് വയസ്സായി, അപ്പൊ നമുക്ക് ആ വയസ്സായപ്പോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുകയാണ്. നല്ലതാണെങ്കിൽ പോയി ചെയ്യും. സീരിയൽ പൂർണ്ണമായും ഒഴിവാക്കി. അത് വേണ്ട. അതിന്റെ കാരണം കൂടി പറയാം. എന്താണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിക്കുമ്പോ അവർ വലിയ കാര്യം പോലെ വിളിക്കും. ചേച്ചി ത്രൂ ഔട്ടുള്ള വേഷമാണ്. അത് എല്ലാ മാസങ്ങളിലും 10 ദിവസത്തെ വർക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞാണ് വിളിക്കുക. പോയ ദിവസം ആദ്യത്തെ ദിവസം ഒരു 5 ദിവസത്തെ വർക്ക് കാണും, ഫസ്റ്റ് ഷെഡ്യൂൾ. സെക്കൻഡ് ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസത്തെ വർക്ക് കാണും. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. എല്ലാ മാസവും 10 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻകം നമ്മൾ കണക്ക് കൂട്ടുമല്ലോ. അതും കഴിഞ്ഞ് എല്ലാം പോയി പിറ്റത്തെ 3ാമത്തെ ഷെഡ്യൂൾ വരുമ്പോൾ നമ്മളില്ല അവിടെ. അപ്പം ചാനലിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു, ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ആ ക്യാരക്ടറിനെ വേണ്ട, അതിങ്ങനെ റേറ്റിംഗ് ഇല്ല, അങ്ങനെയാണ്. നമ്മൾ
അപ്പൊ അതിനു മുമ്പ് ചിലപ്പം വിളിച്ചിട്ട് നമുക്ക് നല്ലൊരു വേഷം സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പം 10 ദിവസം എല്ലാ ദിവസവും മാസം കൊടുക്കണ്ടേന്ന് വെച്ച് നമ്മളത് ക്യാൻസൽ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു അമ്മ മനസ്സ് ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്ര മേനോൻ സാറിന്റെ 25ാം ഇത് അദ്ദേഹം ആഘോഷം കൊണ്ടുപോകുന്നു. അതായത് അദ്ദേഹത്തിന്റെ സിനിമയിൽ വന്നിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾ, എല്ലാ ആളുകളെയും, എല്ലാ ആർട്ടിസ്റ്റുകളെയും അദ്ദേഹം കൊണ്ടുവന്ന ആർട്ടിസ്റ്റുകളെ എല്ലാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരും സാർ, ഞാൻ തീർച്ചയായിട്ടും വരുന്നു. ഗുരുതരത്തിലാണ് സാർ എന്നെ ഇൻവൈറ്റ് ചെയ്ത്, ഞാൻ തീർച്ചയായിട്ടും വരുന്നു. അപ്പൊ സാർ പറഞ്ഞു ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാക്കി. അപ്പൊ ഞാൻ അമൃതയിലാണ്, തിരുവനന്തപുരത്ത് അമൃതയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മ മനസ്സുകാരോട് ഞാൻ പറഞ്ഞു, ഇന്ന ദിവസം എനിക്ക് മേനോൻ സാറിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ പിറ്റേന്ന് ഞാൻ വന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ ഈ ഇതിന് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത്. ഇപ്പൊ അപ്പം വിളിച്ചു പറയുന്നു, നാളെ ചേച്ചിക്ക് ഷൂട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് ചേച്ചീനെ വിടാം, സമയമാകുമ്പം വിടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ രാവിലെ വിളിച്ചു മേനോൻ സാറിന്റെ PA വിളിച്ച് എന്നോട് ചോദിച്ചു എങ്ങനെയായിരിക്കും, ഞാൻ വരും എന്ന് പറഞ്ഞു. സമയമായിട്ട് എന്നെ വിടുന്നില്ല അവര്. എന്നോട് പറഞ്ഞു ചേച്ചി ഇത് ഇന്ന് പോകേണ്ട എപ്പിസോഡാണ്, ഇപ്പൊ ഷൂട്ട് ചെയ്ത് കൊടുക്കേണ്ട എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ ആ എപ്പിസോഡ് 2 ദിവസം കഴിഞ്ഞിട്ടേ വന്നിട്ടുള്ളൂ. മനഃപൂർവ്വം എന്നെ പിടിച്ചവിടെ ഇട്ടു. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മേനോൻ സാറിനെ വിളിച്ചിട്ട് എന്ത് ഞാൻ പറയും? നമ്മളൊരു ആദ്യമായി സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയും എന്നുള്ള എനിക്ക് സോറി പറയുമ്പോഴത്തേക്ക്, എന്നാലും ശ്രീലത ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് ശ്രീലത നമ്മുടെ സാർ ഇങ്ങനെയാണ് സംഭവിച്ചത്, അവരിങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് അവരെ വിടാൻ വേണ്ടിയിട്ട്, വിടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്നെ വിട്ടില്ല, ഇങ്ങനെ സംഭവിച്ചത്. അതോടുകൂടെ എനിക്ക് സീരിയലിനോട് ഭയങ്കര മടുപ്പായി. പിന്നെ അതുമാത്രമല്ല, രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 12 മണിയാവും തിരിച്ചു വരാം, വീണ്ടും 6 മണിക്ക് പോകണം. അതിനിടയിൽ ഡബിങ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടും വിളിക്കും. ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ജോലി, വലിയ കഷ്ടപ്പാടാണല്ലേ, വലിയ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടിന് പഴയതുപോലെ നമുക്ക് പോകാനോ ചെയ്യാനൊന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കുറെ ആൾക്കാർക്ക് തൊഴിൽ എന്നുള്ള രീതിയിൽ അല്ലേ വിളിക്കാറുണ്ട്. സീരിയലിലും പല പുതിയ സീരിയൽസിനും ഇപ്പം വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇപ്പൊ ഓണം നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഓണം ഒക്കെ വലിയ രീതിയിലൊക്കെ ആഘോഷിക്കാറുണ്ടോ? ഇവരെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓണം ആഘോഷിച്ചു തുടങ്ങിയത്. ഒരു കുട്ടിക്കാലത്തിലേക്ക് ഞാൻ തിരിച്ചു പോയത് ഇവരെ കൂടെ വന്നപ്പോഴാണ്. ഇപ്പൊ ഒരു 2-3-4 വർഷത്തിന് മേലെയല്ലേ. ഓണപ്പൂക്കളം പറിക്കാനും മറ്റ് ടൗണിൽ ജീവിച്ച് നമുക്ക് ഓണത്തിനൊക്കെ പൂവൊന്നും കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണല്ലോ പൂടുന്നത്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാനിങ്ങനെ വട്ടിയും കുട്ടിയും എടുത്തിട്ട് എല്ലാവരും പൂ പറിക്കുന്ന കാണുമ്പോൾ ഞാൻ പോയില്ല, നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ കളയാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രാവിലെ നടക്കാൻ എഴുന്നേറ്റിട്ട് 5 മണിക്ക് എഴുന്നേറ്റിട്ട് പൂ പറിക്കാൻ പോകും. 35 തരം നാടൻ പൂക്കൾ തുടക്കം മുതൽ തന്നെ വലിയ വട്ടത്തിലായിരിക്കും, കാരണം ഇത്രയും പൂക്കൾ ഉണ്ടല്ലോ. അതൊക്കെ ഇട്ടുകൊണ്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഇപ്പോൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഞാൻ പഴയതിനേക്കാളും കൂടുതൽ സന്തോഷവതിയാണ് ഞാൻ. അത് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു കലാകാരി ശ്രീലതയാണ്. പല വേദികളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കഥാപാത്രമായിട്ട് ശ്രീലത മാറിയിട്ടുണ്ട് മിക്ക പരിപാടികളിലും. അപ്പോൾ അത് സിനിമ എന്ന കലക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്, അതിൽ അഭിനയിക്കുന്ന ശ്രീലതക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കാടടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും സാധാരണ ജനങ്ങൾക്കില്ല. ഈ കാണുന്ന വാർത്തകൾ വിശ്വസിച്ചിട്ട് എല്ലാവരെ കുറിച്ചിട്ട് ആ ഒരു വിധിയെഴുത്ത് നടത്തും. അത് ശരിയല്ലല്ലോ. എല്ലാവരും ചിലർ മനുഷ്യ ദൗർബല്യം എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ സമൂഹം ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. സമൂഹം അത് തിരിച്ചറിയണം, ഇതിനെക്കുറിച്ച് പഠിക്കണം. എന്താണ് ഇതിന് സംഭവിക്കാനുള്ള സാഹചര്യം, എന്താണ് സാധ്യതകൾ, എന്താണ്
എന്തിനും ഇങ്ങനെയുള്ള ഒരു മേഖലകളിൽ എനിക്ക് പിന്നെയും ഒഴുകിയിട്ട് പോകുന്നു. സിനിമ ഇങ്ങനെയാണ്. പിന്നെ കൂടുതൽ ആയിരക്കണക്കിന് ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇപ്പം റെഡിയായിട്ട് നിൽക്കുന്നത് പോകാൻ. എന്നാൽ പിന്നെ അവർ പിന്മാറണ്ട. അവർ കലയെന്നാലും ഒരു വരുമാനം എന്നാലും ഒരു പേരും പ്രശസ്തി മനുഷ്യ സഹജമായിട്ട് എല്ലാവരും ഓരോ രംഗത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ പ്രശ്നങ്ങൾ ഏത് മേഖലകളും വെല്ലുവിളിയില്ലാത്ത ഏത് മേഖല നമ്മളെ സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ എല്ലാം അതിജീവിക്കണം. എന്തായാലും കണ്ണൂർ ശ്രീലത എന്ന നടിയെ, കലാകാരിയെ നമ്മൾ പ്രേക്ഷകരോട് അവരോട് പല കാര്യങ്ങളും ചോദിക്കുകയായിരുന്നു. കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറച്ചേ ചോദിച്ചുള്ളൂ. അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. അവരുടെ ജീവിതമൊക്കെ ചോദിക്കാൻ ഏറ്റവും പറ്റിയ അവസരം ഇത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ അവർ കണ്ണൂർ ശ്രീലതയെ സമീപിച്ചത്. കണ്ണൂർ ശ്രീലത എന്ന നടി വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്താണ് ജീവിതം മുന്നോട്ട് നയിച്ചത്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൈത്താങ്ങായി ജീവിതത്തെ പ്രകാശം നൽകിയ പ്രകാശൻ എന്ന കളിക്കൂട്ടുകാരനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതോടുകൂടി അവരിന്ന് മനസ്സ് തുറന്ന് ചിരിക്കുകയാണ്. കണ്ണൂർ ശ്രീലതയെ പോലെ കലയ്ക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും. അവർക്കൊക്കെ കൈത്താങ്ങായി നിൽക്കുന്നത് അമ്മ എന്ന സംഘടനയാണ്. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വില്ലൻ പരിവേഷം അമ്മ എന്ന സംഘടനയ്ക്ക് നൽകുമ്പോൾ ഇവരെപ്പോലുള്ള കലാകാരന്മാരുടെ മനസ്സ് പിടയുന്നുണ്ട്. കൈനീട്ടമായി, ആരോഗ്യ ഇൻഷുറൻസായി അവരുടെയൊക്കെ ജീവിതത്തിൽ അമ്മ എന്ന സംഘടന ചെലുത്തുന്ന സ്വാധീനം എത്ര എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആ സംഘടന നിലനിൽക്കണം. സിനിമ എന്ന കലാമേഖല നിലനിൽക്കണം. അവിടെയൊക്കെ ഒരുപാട് പേരുടെ ജീവിതമുണ്ട്. നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ കലാകാരന്മാരെയും ആ സംഘടനയുമൊക്കെ കാണാതെ പോകരുത് എന്നും ആ സംഘടനയുടെ അംഗം കൂടിയായ കണ്ണൂർ ശ്രീലത പറയുന്നുണ്ട്. അവരുടെ മനസ്സിലുണ്ട്, വാക്കുകളിലുണ്ട് എല്ലാം. നടന്ന കനൽ വഴികൾ എത്രയാണ് എന്ന് നമ്മളോട് കണ്ണൂർ ശ്രീലത പറഞ്ഞിട്ടുണ്ട്. ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രകാശം പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ, ആ കുടുംബത്തിന് കഴിയട്ടെ. പ്രണയത്തിൻ്റെ ഒന്നാം തരം സ്മാരകങ്ങളായി കണ്ണൂർ ശ്രീലതയും പ്രകാശൻ ചേട്ടനും നിൽക്കട്ടെ. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കണ്ണൂർ വിഷൻ്റെ ക്വസ്റ്റ്യൻ അവറിൽ അതിഥിയായി നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച കണ്ണൂർ ശ്രീലത ചേച്ചിക്കും ഒപ്പം തന്നെ പ്രകാശേട്ടനും ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.